ഹലോ നമസ്കാരം. എല്ലാവർക്കും ഒരു പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ ശരത് മനോഹർ. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്, നമുക്കറിയാമല്ലോ VFA, ഡിഗ്രി മെയിൻസ് തുടങ്ങിയ പരീക്ഷകൾ ഉടനെ വരുന്നതായിരിക്കും ഇല്ലേ? അടുത്ത മാസങ്ങളിൽ നമ്മുടെ ഈ പരീക്ഷകൾ നടക്കുന്നതായിരിക്കും. അപ്പോൾ അതിനകത്ത് വരുന്ന ചില IT ചോദ്യങ്ങൾ, അതായത് ചോദിക്കാൻ സാധ്യതയുള്ള ചില IT ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങളുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത്. ചോദ്യങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഒരു 12ഓളം ചോദ്യങ്ങൾ ഞാനിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ചോദ്യങ്ങളിൽ എല്ലാത്തിലും കൂടെ ഞാൻ എന്ത് ചെയ്യുന്നു, IT-യിൽ വരുന്ന ഒരുവിധമുള്ള എല്ലാ ടോപ്പിക്കുകളും കവർ ചെയ്യുകയാണ്. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് വലിയൊരു മുതൽക്കോട്ടായിരിക്കും. ഈ ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ IT എന്നുള്ള കാര്യം ഓർത്ത് നിങ്ങൾ, അതായത് PSC പരീക്ഷകളിലെ IT എന്നുള്ള കാര്യം ഓർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഒരുവിധമുള്ള IT-യുടെ എല്ലാ ടോപ്പിക്കുകളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ക്വസ്റ്റ്യനുകളിലൂടെ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നഷ്ടപ്പെടുത്താതിരിക്കുക. അപ്പോൾ ഞാൻ ക്ലാസ് ആരംഭിക്കുകയാണ്. ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ ചലഞ്ചർ ആപ്പ് ഒരുപാട് കോഴ്സുകൾ നടത്തുന്നുണ്ട്. നമ്മൾ അതുകൂടാതെ പുതിയതായിട്ട് ഒരു LDC ബാച്ച് 2027 LDC ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓഗസ്റ്റ് 10-ാം തീയതിയാണ് നമ്മൾ ആ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് കണക്കുള്ള നല്ല നല്ല ക്ലാസ്സുകളും കൂടുതലായിട്ടുള്ള വിവരങ്ങളും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള അധ്യാപകരും ഒരുപാട് കാര്യങ്ങൾ പ്രത്യേകത കൊണ്ട് നമ്മുടെ ആപ്പ് വളരെ നല്ലതാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ തുടങ്ങുന്ന ഓഗസ്റ്റ് 10-ാം തീയതി തുടങ്ങുന്ന കോഴ്സിൽ, LDCയുടെ കോഴ്സിൽ എല്ലാവരും ജോയിൻ ചെയ്യുക. നമുക്ക് 2027 LD നമുക്ക് സ്വന്തമാക്കാനുള്ളതാണ്. വളരെ നല്ല രീതിയിലുള്ള ക്ലാസ്സുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. IT-യുടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. VFA എന്നാണ് ഞാൻ എഴുതിയേക്കുന്നതെങ്കിലും ഇത് എവിടെ ഉപയോഗിക്കാം, ഡിഗ്രി മെയിൻസിന് ഉപയോഗിക്കാവുന്നതാണ്. കാരണം സിലബസ് കോമൺ ആണ്. ഡിഗ്രി മെയിൻസിന് നിങ്ങൾക്ക് ഉപയോഗിക്കാം. VFA ആണ് നമുക്ക് ഏറ്റവും അടുത്ത് വരുന്ന പരീക്ഷ, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഡിഗ്രി പ്രിലിംസ് അല്ലല്ലോ, ഡിഗ്രി മെയിൻസിന് നമുക്ക് എന്ത് ചെയ്യാം, ഈ സാധനം ഉപയോഗിക്കാവുന്നതാണ്. ഉറപ്പായും ചോദിക്കുന്ന ചോദ്യങ്ങളാണ്, അതായത് ചോദിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ഉറപ്പിച്ച് ചോദിക്കുമെന്ന് പറയുന്ന കുറച്ച് ചോദ്യങ്ങളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഈ ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട ഓപ്ഷനുകളും അതിലെന്തെങ്കിലും എന്ത് ചെയ്യാം, ചോദിക്കാം. അപ്പോൾ ഞാൻ അധികം നീട്ടുന്നില്ല, ക്ലാസ്സിലേക്ക് പോവുകയാണ്. അപ്പോൾ എൻ്റെ ഒന്നാമത്തെ ചോദ്യമാണ്, ഇത് കാണാമല്ലോ, എന്താണ്, വെബ് സെർവറിൽ നിന്ന് വെബ് പേജുകൾ വീണ്ടെടുക്കുന്നത് ഏതാണ്? അതായത് വെബിൻ്റെ ഒരു സെർവറിൽ നിന്ന് വെബ് പേജുകൾ വീണ്ടെടുക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഏതാണെന്നാണ് ചോദ്യം. വെബ് സെർവറിൽ നിന്ന് വെബ് പേജുകൾ വീണ്ടെടുക്കാൻ. വെബ് പേജുകൾ എന്താണെന്ന് അറിയാമല്ലോ. ആദ്യം വെബ് പേജുകൾ എന്താണെന്ന് അറിയണം. എന്താണ് വെബ് പേജ് എന്ന് പറയുന്നത്? നമ്മൾ വെബ്സൈറ്റിൽ കാണുന്ന കണ്ടന്റുകൾ അടങ്ങിയിരിക്കുന്ന പേജുകളെ വിളിക്കുന്ന പേരാണ് കണ്ടന്റ്, ഇല്ലേ? കണ്ടന്റുകൾ അടങ്ങിയിരിക്കുന്ന പേജുകളെ പറയുന്ന പേരാണ് എന്ത്, വെബ് പേജുകൾ എന്ന് പറയും, ഇല്ലേ? നമുക്ക് ആവശ്യമുള്ള കണ്ടന്റുകൾ, ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമ്മൾ ഗൂഗിളിലോട്ട് കയറുന്നില്ലേ, ഗൂഗിളിലോട്ട് കയറുമ്പോൾ ആദ്യം ഒരു പേജ് കാണും, അതിനകത്ത് മറ്റൊരു പേജ് കാണും, ഇല്ലേ? നമ്മൾ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് പോകുന്ന പോലെ ഓരോരോ പേജിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ ഓരോരോ പേജുകളെ വിളിക്കുന്ന പേരാണ് എന്ത്, വെബ് പേജുകൾ, അല്ലയോ? അപ്പോൾ ഈ വെബ് പേജുകളുടെ ഒരു കളക്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, വെബ്സൈറ്റ് എന്ന് വിളിക്കും. ഈ ഒരു കാര്യങ്ങൾ ഓർത്ത് വെച്ച് കേട്ടോ. നമ്മൾ ഒരുവിധമുള്ള എല്ലാ കാര്യവും കവർ ചെയ്താണ് പോകുന്നത്. അപ്പം വെബ് പേജുകളുടെ ഒരു കൂട്ടത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, വെബ്സൈറ്റ് എന്ന് വിളിക്കും. ഓർത്തിരിക്കുക. ഈ വെബ്സൈറ്റിന്റെ ആദ്യത്തെ പേജിനെ നമ്മൾ വിളിക്കുന്ന പേരാണ്, ആദ്യത്തെ വെബ് പേജിനെ വിളിക്കുന്ന പേരാണ് ഹോം പേജ് എന്ന് കേട്ടോ. ആ ഒരു കാര്യം കൂടെ ഓർത്ത് വെച്ചേക്കുക. വിളിക്കുന്ന പേരാണ് ഹോം പേജ്. നിങ്ങൾക്ക് കാണാൻ വരുന്നുണ്ടല്ലോ, വിളിക്കുന്ന പേരാണ് ഹോം പേജ് എന്ന് പറയും. അപ്പോൾ ഓർത്തിരിക്കുക, എന്താണ് പറഞ്ഞത്, കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത്. എന്താണ് വെബ് പേജുകൾ? എന്താണ്, നമ്മുടെ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ അതിനകത്ത് കാണുന്ന പേജുകളെ വിളിക്കുന്ന പേരാണ് എന്ത്, വെബ് പേജ് എന്ന്. ആ വെബ് പേജുകളുടെ ഒരു കളക്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, വെബ്സൈറ്റ് എന്ന് വിളിക്കും. ആ വെബ്സൈറ്റ് നമ്മൾ തുറക്കുമ്പോൾ കാണുന്ന ആദ്യത്തെ പേജിൽ ഏറ്റവും ഫസ്റ്റ് പേജിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ഹോം പേജ് എന്ന് വിളിക്കും. ഇത്രയും കാര്യം അറിഞ്ഞിരിക്കുക. അപ്പോൾ ക്വസ്റ്റ്യൻ അല്ല, എന്താണ് ക്വസ്റ്റ്യൻ? ഈ വെബ് പേജുകളെ വീണ്ടെടുക്കാൻ, റിട്രീവ് ചെയ്യാൻ, വെബ് പേജുകളെ ഒരു സൈറ്റിൽ നിന്ന് കൊണ്ടിങ്ങോട്ട് നമുക്ക് എടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ഏതാണ്? ഇതിലേതാണ്? സെർച്ച് എഞ്ചിൻ ആണോ, ബ്രൗസർ ആണോ, കുക്കി ആണോ, ഫയർവാൾ ആണോ? 4 ഓപ്ഷൻ ഉണ്ട്, ഇല്ലേ? ബ്രൗസ് എഞ്ചിൻ അല്ല, സെർച്ച് എഞ്ചിൻ, ബ്രൗസർ, കുക്കി, ഫയർവാൾ. ഏതാണ് ഓപ്ഷൻ? നിങ്ങൾ ആലോചിച്ച് നോക്കേ. ഇപ്പൊ നിങ്ങളുടെ മനസ്സിൽ ഉത്തരം വന്നോളല്ലേ. ഏതാ ഉത്തരം? ഉത്തരം ഞാൻ പറയാം, ഏതാണ്? ബ്രൗസർ ആണ്. ബ്രൗസറിന്റെ ജോലി തന്നെ എന്താണ്? വെബ്സൈറ്റുകളിൽ നിന്ന് വെബ് പേജുകളെ റിട്രീവ് ചെയ്ത്, അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് നമുക്ക് കൊണ്ടെത്തിക്കുക എന്നതാണ് ആരുടെ ജോലി? ഈ പറയുന്ന ബ്രൗസറുകളുടെ ജോലി, ഇല്ലേ? നമുക്ക് ഇഷ്ടമുള്ള ഒരു വെബ്സൈറ്റിനെ എന്ത് ചെയ്യുന്നു, നമ്മളിലേക്ക് എത്തിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. ഓർത്തിരിക്കുന്നത്, എന്താണ്? ഇതൊരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. അതും കൂടെ ഓർത്ത് വെച്ച് കേട്ടോ. ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്, ഓർത്തിരിക്കുക. ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ് എന്തെന്ന് പറയുന്നത്, ബ്രൗസർ എന്ന് പറയുന്നത്. ഓർത്തിരിക്കാൻ, മാറിപ്പോകരുത്. അപ്പം ബ്രൗസർ എന്തോ ചെയ്യുന്നത്? ബ്രൗസറിന്റെ ജോലിയാണ് എന്തെന്ന് പറയുന്നത്, നമുക്ക് ഇഷ്ടമുള്ള ഒരു വെബ്സൈറ്റോ അല്ലെങ്കിൽ വെബ് പേജുകളോ അവിടെ നിന്ന് എടുത്തുകൊണ്ട് വരിക, വീണ്ടെടുത്തുകൊണ്ട് വരിക എന്നുള്ളത് ആരുടെ ജോലിയാണ്? ബ്രൗസറിന്റെ ജോലി. സോ നമ്മുടെ ആൻസർ എന്തുവാ? ബ്രൗസർ ആണ്. ഇനി അതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അറിയണം. ബ്രൗസറുകൾക്ക് എക്സാമ്പിളുകൾ ഒന്ന് പഠിച്ചു വെച്ചേക്കണം. പരീക്ഷ ചിലപ്പോൾ ഇതായിരിക്കത്തില്ല ചോദിക്കുന്നത്, മറ്റൊരു ചോദ്യം ചോദിക്കും. എന്താണ്? കുറെ ബ്രൗസർ തന്നിട്ട് ഇത് ബ്രൗസർ അല്ലാത്ത ഏതാണെന്ന് ചോദിക്കാം. പിന്നെ കുറെ സാധനം തന്നിട്ട് ഇതിനകത്ത് ബ്രൗസർ ഏതാണെന്ന് ചോദിക്കാം. അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളും ചോദ്യങ്ങൾ ചോദിക്കാം. അതൊക്കെ അറിയണമെങ്കിൽ നമുക്ക് എന്തറിയണം? ബ്രൗസർ എന്താണെന്നും അതിന്റെ എക്സാമ്പിൾ അറിഞ്ഞിരിക്കണം. എന്താണ് ബ്രൗസർ എന്ന് ഓൾറെഡി പറഞ്ഞു. എക്സാമ്പിൾ എന്തൊക്കെയാണ്? ബ്രൗസറിന്റെ എക്സാമ്പിൾ ഓർത്തിരിക്കണം. നമുക്ക് ഒന്നാമത്തെ ഏതാണ്?
നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് എന്ത്, ഗൂഗിൾ ക്രോം എന്ന് പറയുന്നത്. ഒന്നാമത്തെ ബ്രൗസറാണ് ഗൂഗിൾ ക്രോം, ഇല്ലയോ? വളരെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു ബ്രൗസറാണ് എന്ത്, ഗൂഗിൾ ക്രോം എന്ന് പറയുന്ന ബ്രൗസർ, ഇല്ലയോ? ഏറ്റവും ഫാസ്റ്റ് ആയിട്ടുള്ള ബ്രൗസർ എന്ത് തന്നെയാണ്, ഗൂഗിൾ ക്രോം തന്നെയാണ് കേട്ടോ. സഫാരി ആണെന്ന് പറയാറുണ്ട്, പക്ഷെ സഫാരി അല്ല. ഇപ്പോൾ ഏറ്റവും ഫാസ്റ്റ് ആയിട്ടുള്ള ബ്രൗസർ ഏതാണ്, ഗൂഗിൾ ക്രോം ആണ്. സഫാരി എന്ത് തന്നെയാണ്, ഫാസ്റ്റ് തന്നെയാണ്. അപ്പൊ ഞാൻ രണ്ടാം പറഞ്ഞ പേരാണ് എന്ത്, സഫാരി എന്ന് പറയുന്നത്. എന്താണ് സഫാരി? സഫാരി. ഗൂഗിൾ ക്രോം എന്ന് പറയുന്നത് ഗൂഗിളിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു ബ്രൗസറാണ്. സഫാരി എന്ന് പറയുന്നത് ആപ്പിൾ കമ്പനിയുടെ ഉടമസ്ഥ, അല്ലെ ആപ്പിളിന്റെ എന്താണ് ബ്രൗസറാണ്, ആപ്പിളിന്റെ ബ്രൗസറാണ്, അല്ലെ മാക് ഓഎസിനകത്ത് യൂസ് ചെയ്യുന്ന ബ്രൗസറാണ് എന്തെന്ന് പറയുന്നത്, ആപ്പിൾ കമ്പനിയുടെ ബ്രൗസറാണ് എന്ത്, സഫാരി എന്ന് പറയുന്നത്. ഫാസ്റ്റ് ആയിട്ടുള്ള ബ്രൗസറാണ്. ഇനി എന്തുവാ, മൈക്രോസോഫ്റ്റ് എഡ്ജ് കേട്ടോ. എന്താണ് മൈക്രോസോഫ്റ്റ് എഡ്ജ്? അടുത്തയാണ് എന്താ, മൈക്രോസോഫ്റ്റ് എഡ്ജ്. മൈക്രോസോഫ്റ്റ് എഡ്ജ് ആരുടെയാന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, പേരിന്റെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട്. എന്തോ മൈക്രോസോഫ്റ്റ് കമ്പനിയുടെ ആണെന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റ് എഡ്ജ് എന്ന് പറയുന്നത്. ഓക്കെ, ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. മൈക്രോസോഫ്റ്റ് കമ്പനിയുടെ പഴയത് ഓർത്തിരിക്കണം. പഴയത് ഇന്റർനെറ്റ് എക്സ്പ്ലോറർ എന്നുള്ളതായിരുന്നു കേട്ടോ. ഇന്റർനെറ്റ് എക്സ്പ്ലോറർ ഇതും എന്താ, ഒരു ബ്രൗസറാ. ഇത് ആരുടെയാണ്, മൈക്രോസോഫ്റ്റിന്റെ പഴയ ബ്രൗസറാ. ഇപ്പൊ എന്ത് ചെയ്തു, അത് നിലവിലില്ല. എന്ത് ചെയ്തു, ഡിലീറ്റ് ചെയ്തു, അല്ലെങ്കിൽ അവര് പ്രവർത്തനം നിർത്തിവെക്കുകയാണ് ചെയ്തത്. അപ്പൊ അത് ഒഴിവാക്കിയ ബ്രൗസറാണ്. ഇതിന് പകരമാണ് ഇപ്പൊ എന്ത് വരുന്നത്, മൈക്രോസോഫ്റ്റ് എഡ്ജ് എന്ന് പറയുന്ന ബ്രൗസർ വന്നേക്കുന്നത്, ഇല്ലയോ? ഇനി സഫാരി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്തൊക്കെ ആയിട്ടുള്ള കുറെ കാണില്ലേ. ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് വന്ന മറ്റൊരു സാധനം എന്തുവാ, മോസില്ല. അടുത്തായിട്ട് നമ്മൾ പറയുന്ന സാധനമാണ് എന്തെന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതാണെന്ത്, മോസില്ല ഫയർഫോക്സ് കേട്ടോ. അടുത്തതാണ് മോസില്ല ഫയർഫോക്സ്. ഇതൊരു മോസില്ല ഫയർഫോക്സ് എന്നുള്ള കമ്പനി ഇറക്കിയിട്ടുള്ള ബ്രൗസറാണ് എന്ത്, മോസില്ല ഫയർഫോക്സ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് മോസില്ല ഫയർഫോക്സ്. ഇനി അത് കൂടാതെ എന്തുണ്ട്, ഒപ്പേറ എന്ന് പറയുന്ന ഒരെണ്ണമുണ്ട്, ഇല്ലയോ? അത് നമുക്കറിയാം, മൊബൈലിലൊക്കെ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഒരു ബ്രൗസറാണ് എന്ത്, ഒപ്പേറ. അതേ കണക്ക് തന്നെ വിവൽഡി എന്ന് പറയുന്നുണ്ട്, വിവൽഡി എന്ന് പറയുന്ന ഒരെണ്ണമുണ്ട്. ബ്രേവ് എന്ന് പറയുന്ന മറ്റൊരു ബ്രൗസറുണ്ട്. അപ്പൊ ഇതൊക്കെ എന്താണ്, ഡിഫറെന്റ് ആയിട്ടുള്ള ബ്രൗസറുകളാണ്. ഓർത്തു വെച്ചേക്കുക. ഇത്രയും ബ്രൗസറുകളുടെ പേരുകൾ എന്തെങ്കിലും കൃത്യമായിട്ട് ഓർത്തു വെച്ചേക്കണം. ഇതാണ് എന്തെന്ന് പറയുന്നത്, കുറച്ച് എക്സാമ്പിളുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ബ്രൗസർ എന്താണെന്ന് കൃത്യമായിട്ട് പറഞ്ഞു. ബ്രൗസറാണ് നമ്മുടെ ഉത്തരവ് എന്ന് പറയുന്നത്. വെബ് പേജുകളെ റിട്രീവ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ബ്രൗസർ. ബ്രൗസറുകളുടെ എന്താണ് എക്സാമ്പിളുകളാണ്. ഇത്രയെങ്കിലും പഠിച്ചു വെച്ചേക്കണം കേട്ടോ. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം എന്ത് ചെയ്യാം, പരീക്ഷയ്ക്ക് ചോദിക്കാം. അല്ലെങ്കിൽ ഏതെങ്കിലും കുറേ എണ്ണം തന്നിട്ട് എന്ത് ചെയ്യും, അതിൽ ഇല്ലാത്തൊരു സാധനം തന്നിട്ട് ചോദിക്കും, ഇതിനകത്ത് ബ്രൗസർ അല്ലാത്ത ഏതാണ്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ PSC കൂടുതലും ചോദിക്കുന്നത്. അപ്പോൾ എക്സാമ്പിൾ പഠിച്ചു വെച്ചേക്കണം. ഇതിന്റെ കൂടെ ഞാൻ 2-3 കാര്യം കൂടെ പറയാണ്, ശ്രദ്ധിക്കുക. ഒന്നാമത്, നെക്സസ് എന്ന് പറയുന്ന ഒരു ബ്രൗസറിനെ കുറിച്ച് പറയുന്നു. എന്താണ് നെക്സസ്? ഇതെന്താ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഇറ്റ് ഈസ് എ ഫസ്റ്റ് ബ്രൗസർ. അതായത് ലോകത്തിലെ ആദ്യത്തെ ബ്രൗസർ ആണെന്ന് പറയുന്നത് നെക്സസ് എന്ന് പറഞ്ഞാൽ കേട്ടോ. ലോകത്തിലെ ആദ്യത്തെ ബ്രൗസർ ആണെന്ന് നെക്സസ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു കാര്യം കൂടെ അറിഞ്ഞിരിക്കണം, ഇന്ത്യയിലെ ആദ്യത്തെ ബ്രൗസർ ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ബ്രൗസറിന്റെ പേര് എപ്പിക് എന്നാണ് കേട്ടോ. എന്താണ് എപ്പിക്? ഇന്ത്യയിലെ ഫസ്റ്റ് ബ്രൗസർ. ഓർത്തിരിക്കുക. അപ്പൊ ലോകത്തിലെ ആദ്യത്തെ ബ്രൗസർ ഏതാണ്? നെക്സസ് ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഏതാണ്? എപ്പിക് എന്ന് പറയുന്ന ബ്രൗസർ ആണ്. ഓർത്തിരിക്കുക. ഓക്കെ, ഓർത്തിരിക്കാമല്ലോ. അപ്പം ബ്രൗസറുകളെ കുറിച്ച് ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കണം. ഇനി നമുക്ക് അതിനകത്ത് 2-3 അല്ലേ ഓപ്ഷനുകളുണ്ടല്ലോ. ആ ഓപ്ഷനുകൾ എന്താണെന്ന് ജസ്റ്റ് പറഞ്ഞേക്കാം. ആ ഓപ്ഷൻ കൂടെ പറയുമ്പോഴത്തേക്കും എന്ത് ചെയ്യും, നമ്മുടെ ആ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, അപ്പം ബ്രൗസറുകളെ കുറിച്ച് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കണമല്ലോ. ഒരുവിധമുള്ള കംപ്ലീറ്റ് ഐഡിയകൾ നമ്മൾ എന്ത് ചെയ്തു, ബ്രൗസറിനെ കുറിച്ച് നിങ്ങളിലേക്ക് എത്തിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ബാക്കിയുള്ള ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ ഉത്തരം എന്തുവാണ്? ഉത്തരം നമ്മുടെ ബ്രൗസർ ആണ്. പറഞ്ഞല്ലോ, ഉത്തരം ബ്രൗസർ ആണെന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് ബാക്കി ഓപ്ഷൻ നോക്കാം. ഒന്നാമത്തെ ഇല്ലേ, സെർച്ച് എഞ്ചിൻ. എന്താണ് സെർച്ച് എഞ്ചിൻ എന്ന് പറഞ്ഞാൽ? ഈ ബ്രൗസറും സെർച്ച് എഞ്ചിൻ തമ്മിൽ എപ്പോഴും തെറ്റിപ്പോകും കേട്ടോ. തെറ്റിപ്പോകരുത്. ബ്രൗസർ എന്തോ ചെയ്യുന്നത്, വെബ് പേജുകളെ റിട്രീവ് ചെയ്യുന്നു, ഇല്ലയോ? അല്ലെ, ഇഷ്ടമുള്ള വെബ് പേജ് നമുക്ക് എത്തിക്കുന്നു. എന്നാൽ ബ്രൗസർ സെർച്ച് എഞ്ചിൻ അതല്ല ചെയ്യുന്നത്. എന്താ ചെയ്യുന്നത് സെർച്ച് എഞ്ചിൻ? നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറയുന്നു, ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും ഒരു പേര് പറയുന്നു, എന്തെങ്കിലും ഒരു നെയിം പറയുന്നു, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എവിടെയെല്ലാം ഉണ്ടോ, ഏതെല്ലാം വെബ്സൈറ്റിലുണ്ടോ, ആ വെബ്സൈറ്റുകളിലെല്ലാം അല്ലെ ആ വെബ്സൈറ്റുകളെല്ലാം തപ്പിപ്പറക്കിക്കൊണ്ട് വരേണ്ട ഉത്തരവാദിത്തമാണ് ആർക്ക്? സെർച്ച് എഞ്ചിന്. ഫോർ എക്സാമ്പിൾ എനിക്ക് താണ്ടെ ക്രിക്കറ്റിനെ കുറിച്ച് അറിയണം. ഞാൻ ക്രിക്കറ്റ് എന്ന് എന്ത് ചെയ്യും, ടൈപ്പ് ചെയ്ത് കൊടുക്കും. അങ്ങനെ ക്രിക്കറ്റും ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും, ക്രിക്കറ്റുമായി ബന്ധമുള്ള എല്ലാ സൈറ്റുകളും എനിക്ക് കൊണ്ടുവന്ന് തരും, ഇല്ലയോ? അങ്ങനെ ചെയ്യുന്ന ആളാണ് എന്തെന്ന് പറയുന്നത്, സെർച്ച് എഞ്ചിൻ. ബ്രൗസർ അതല്ല. ബ്രൗസർ എന്തോ വെബ് പേജുകളെ ഇങ്ങോട്ട് കൊണ്ടെത്തിക്കാൻ ചെയ്യുന്ന ആളാണ്, ഇല്ലയോ? ഈ ബ്രൗസറിനകത്ത് ഉള്ള ഒരു പ്രത്യേക സാധനമാണ് എന്ത്, സെർച്ച് എഞ്ചിൻ. സെർച്ച് എഞ്ചിൻ വർക്ക് ചെയ്യണമെങ്കിൽ എന്ത് വേണം, ബ്രൗസർ വേണം. ബ്രൗസർ ഇല്ലാതെ ഒരിക്കലും എന്ത് വർക്ക് ചെയ്യത്തില്ല, സെർച്ച് എഞ്ചിൻ വർക്ക് ചെയ്യത്തില്ല. സോ സെർച്ച് എഞ്ചിൻ എന്ന് പറയുന്നത് അതിനകത്തുള്ള ഒരു സോഫ്റ്റ്വെയറും ബ്രൗസർ എന്ന് പറഞ്ഞാൽ എന്തോ ഒരു ആപ്ലിക്കേഷനുമാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, അപ്പം സെർച്ച് എഞ്ചിൻ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഒരു പർട്ടിക്കുലർ ടൈമിലുള്ള കാര്യത്തെ, അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളെ നമ്മളിലേക്ക് എത്തിക്കാനാണ് എന്ത് ഉപയോഗിക്കുന്നത്, ബ്രൗസർ. എക്സാമ്പിൾ പറയുന്നത് ക്ലിയർ ആവില്ലയോ? ഇതിന്റെ എക്സാമ്പിൾ വളരെ സിമ്പിൾ ആണ്. എന്തുവാ ബ്രൗസറിന്റെ എക്സാമ്പിൾ? ഒന്ന് ഗൂഗിൾ, ഒന്നേതാ ഗൂഗിൾ. അപ്പൊ ഓർത്തിരിക്കുക, ഗൂഗിൾ ക്രോം എന്ന് പറയുന്ന ഒരു ബ്രൗസറും ഗൂഗിൾ എന്ന് പറയുന്നത് എന്താണ്,
സെർച്ച് എഞ്ചിനോ തിരിഞ്ഞു പോകുന്നത് എപ്പോഴും തിരിഞ്ഞു പോകുന്ന ഒരു കാര്യം കേട്ടോ. രണ്ടാമത്തെ ആണ് എന്ത് മൈക്രോസോഫ്റ്റ് ബിങ് കേട്ടോ. രണ്ടാമത്തെ ഏതാ മൈക്രോസോഫ്റ്റ് ബിങ് എന്ന് പറയും. ഇവിടെയും തെറ്റിപ്പോ കേട്ടോ. മൈക്രോസോഫ്റ്റ് ബിങ് എന്ന് പറഞ്ഞാൽ എന്താ ഒരു സെർച്ച് എഞ്ചിനാ. പക്ഷെ നമ്മൾ കുറച്ച് ഒരു കാര്യം പഠിച്ചു, മൈക്രോസോഫ്റ്റ് എഡ്ജ് ഇല്ലയോ. എഡ്ജ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു ഒരു ബ്രൗസർ ആയിരുന്നു. ഈ പറയുന്ന മൈക്രോസോഫ്റ്റ് ബിങ് എന്താ സെർച്ച് എഞ്ചിൻ. ഇത് തമ്മിൽ ഭയങ്കരമായിട്ട് കൺഫ്യൂഷൻ ആയി പോകും, തിരിഞ്ഞു പോകും. തിരിഞ്ഞു പോകാതെ തന്നെ പഠിക്കണം. മൈക്രോസോഫ്റ്റ് എഡ്ജ് എന്ന് പറയുന്ന ബ്രൗസറും ബിങ് എന്ന് പറയുന്നത് എന്താണ് സെർച്ച് എഞ്ചിനോ. ഇനി കുറെ സെർച്ച് എഞ്ചിൻ എന്തോ പഠിച്ചിട്ടുണ്ട് നമ്മളേതാ യാഹു ഒരു സെർച്ച് എഞ്ചിനാ ഇല്ലയോ, അറിയത്തില്ലേ യാഹു എന്ന് പറഞ്ഞാൽ എന്താണ് സെർച്ച് എഞ്ചിനാ. ഓക്കെ അതാണ്ട് ഇനി വേറൊരെണ്ണം ഉണ്ട് എന്തുവാ ഡക് ഡക് ഗോ എന്നുള്ള ഒരെണ്ണം ഉണ്ട്. പേര് ചിലപ്പോൾ ഫെമിലിയർ ആയിരിക്കത്തില്ല, പക്ഷെ ഒരുവിധം ഫേമസ് ആയിട്ടുള്ള സാധനമാണ് എന്ത് ഡക് ഡക് ഗോ. ഭയങ്കരമായിട്ട് പ്രൈവസിക്ക് എന്ത് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സാധനമാണ് എന്തെന്ന് പറയുന്നത് ഈ ഡക് ഡക് ഗോ എന്ന് പറയുന്ന ഈ ഒരു എന്ത് നമ്മുടെ സെർച്ച് എഞ്ചിൻ എന്ന് പറയുന്ന സാധനം. ഓക്കെ അപ്പോൾ എക്സാമ്പിൾ ഗൂഗിൾ ഉണ്ട്, ബിങ് ഉണ്ട്, യാഹു ഉണ്ട്, ഡക് ഡക് ഗോ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ കുറേ എന്തുണ്ട് സെർച്ച് എഞ്ചിൻ നമുക്ക് അവൈലബിൾ ആയിട്ട് ഉണ്ട്. ഇതൊക്കെ പ്രധാനപ്പെട്ട സെർച്ച് എഞ്ചിനാണ്. ഇനി അതിനകത്ത് പറയേണ്ട വേറെ കാര്യമുണ്ട്, ജസ്റ്റ് ശ്രദ്ധിക്കുക. അതാണ്ട് ആർച്ചി എന്ന് പറയുന്ന ഒരു സെർച്ച് എഞ്ചിൻ ഉണ്ട്. എന്താണ് ആർച്ചി? എന്താണ് ആർച്ചി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോകത്തിലെ ആദ്യത്തെ സെർച്ച് എഞ്ചിനാണ് എന്ത് ആർച്ചി എന്ന് പറഞ്ഞിട്ട് ഓർത്തിരിക്കുക. ലോകത്തിലെ തന്നെ ആദ്യത്തെ സെർച്ച് എഞ്ചിനാണ് എന്ത് ആർച്ചി എന്ന് പറഞ്ഞത്. അപ്പൊ ഇന്ത്യയിലകത്തെ വേണ്ടേ, ഇന്ത്യയിലകത്ത് എന്തുവാ ഗുരുജി കേട്ടോ. പേരും ഒക്കെ പേര് തന്നെ ഭയങ്കര തമാശ അല്ലേ, പേര് ഒരു ഇൻട്രസ്റ്റിംഗ് ഒന്നും അല്ല. എന്തുവാ ഗുരുജി എന്നൊക്കെ നമ്മൾ ഇന്ത്യക്കാരുണ്ടാക്കും പേരിടുന്നത്. അപ്പൊ എന്തുവാ ഇന്ത്യയുടെ ഫസ്റ്റ് സെർച്ച് എഞ്ചിൻ എന്ന് പറയുന്നത് ഗുരുജി. ലോകത്തിലാദ്യ സെർച്ച് എഞ്ചിൻ എന്താണ് ആർച്ചിയുമാണ്. അപ്പോൾ ഇതിൽ അതുമായിട്ട് തിരിഞ്ഞു പോയത് കേട്ടോ, ബ്രൗസറുമായിട്ട് തിരിഞ്ഞു പോരുത് കേട്ടോ. പരീക്ഷകളിൽ ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ് എന്ത് ഈ സെർച്ച് എഞ്ചിനുമായിട്ട് ബന്ധപ്പെട്ട് ഈ കാര്യങ്ങളൊക്കെ. ഓക്കെ ഓർത്തിരിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് എന്ത് പ്രധാനപ്പെട്ട സെർച്ച് എഞ്ചിനുകൾ എന്ന് പറയുന്നത്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെർച്ച് എഞ്ചിൻ. ഓക്കെ സെർച്ച് എഞ്ചിനെ കുറിച്ചുള്ള ക്ലിയർ ആയിട്ടുള്ള ഐഡിയ കിട്ടി കാണുമല്ലോ. ഇനി നമ്മൾ അടുത്ത ഓപ്ഷനിലേക്ക് പോവാണ്. എന്താണ് അടുത്ത ഓപ്ഷൻ? ഓക്കെ അടുത്ത ഓപ്ഷൻ എന്താ കുക്കി. എന്തുവാ കുക്കി എന്ന് പറയുന്നത്? കുക്കിയെ മറ്റൊരു പേര് വിളിക്കും എന്തുവാ? അതാണ് ഇംഗ്ലീഷ് എഴുതുമ്പോൾ കറക്റ്റായിട്ട് കിട്ടും. എന്താണ് കുക്കി? പലഹാരം ഒന്നും അല്ല കേട്ടോ കുക്കി, കേക്കൊന്നും അല്ല, അല്ലെങ്കിൽ ബിസ്ക്കറ്റിനെ ഒന്നും അല്ല കുക്കി എന്ന് വിളിക്കുന്നത്. എന്താണ് കുക്കി എന്ന് പറയുന്നത്? കുക്കി എന്ന് പറയുന്നത് എന്താണ്? അതിന് മറ്റൊരു പേര് വിളിക്കാറുണ്ട്, വെബ് കുക്കി എന്നോ വെബ് കുക്കി എന്നോ അല്ലെങ്കിൽ ഇന്റർനെറ്റ് കുക്കി എന്നോ വിളിക്കാറുണ്ട്. അതിനെ വിളിക്കാനുള്ള മറ്റൊരു പേരാണ് വെബ് കുക്കി അല്ലെങ്കിൽ ഇന്റർനെറ്റ് കുക്കി. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളൊരു പർട്ടിക്കുലർ വെബ് പേജ് ലോഡ് ചെയ്യുകയാണ് ഇല്ലേ, നമ്മൾ എന്ത് ചെയ്യുന്നു സൈറ്റിലേക്ക് കയറി നമ്മൾ സെർച്ച് എഞ്ചിൻ ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ ബ്രൗസർ ഉപയോഗിച്ച് ഒരു വെബ് പേജ് ലോഡ് ചെയ്യുകയാണ്. അങ്ങനെ വെബ് പേജ് ലോഡ് ചെയ്യുമ്പോൾ അവിടെ ഫോം ചെയ്യുന്ന സാധനങ്ങളെ വിളിക്കുന്ന പേരാണ് എന്ത് കുക്കി ഇല്ലേ. ഒരു വെബ്സൈറ്റിലേക്ക് നമ്മൾ കയറുമ്പോൾ അവിടെ ഉണ്ടാവുന്ന സാധനങ്ങളാണ് എന്തെന്ന് പറയുന്നത് കുക്കികൾ. ഇത് എന്തുവാ സഹായിക്കുന്നത് വെച്ചാൽ നമ്മുടെ ആക്ടിവിറ്റി സ്റ്റോർ ചെയ്യുന്നത് എവിടെയായിരിക്കും? കുക്കിയിലായിരിക്കും. ആക്ടിവിറ്റി എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അത് സ്റ്റോർ ചെയ്യുന്നത് എവിടെ? കുക്കിയിലായിരിക്കും. അതായത് നമ്മൾ വെബ്സൈറ്റിൽ കയറി ആ വെബ്സൈറ്റിൽ എന്തൊക്കെ ചെയ്യുന്നോ അതെല്ലാം സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് എവിടെയായിരിക്കും? കുക്കിയിലായിരിക്കും. കുക്കി സ്റ്റോർ ചെയ്യുന്നതിന്റെ പ്രത്യേകം എന്തുവാ, ഗുണം എന്തുവാ? നമ്മൾ വീണ്ടും ആ സൈറ്റിലോട്ട് കയറുമ്പോൾ നമ്മൾ ഓൾറെഡി നേരത്തെ ചെയ്തു വെച്ചേക്കുന്ന നമ്മുടെ പ്രീവിയസ് ആക്ടിവിറ്റി എന്ത് ചെയ്യാം, നമ്മുടെ കമ്പ്യൂട്ടറിന് അറിയാൻ പറ്റില്ലയോ. അങ്ങനെ അറിയുന്നുണ്ടുള്ള ഗുണം എന്താണ്? അങ്ങനെ അറിയുന്നുണ്ടുള്ള ഗുണമാണെന്ത്, നമുക്ക് വീണ്ടും കയറുമ്പോൾ ഒന്നേന്ന് കയറേണ്ട ആവശ്യമില്ല. ഓൾറെഡി നമ്മൾ അത് ചെയ്തു വെച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം എന്താണ് കുക്കിയിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. സോ നമുക്ക് നമ്മൾ അങ്ങോട്ട് കയറുന്ന ഉടനെ എന്ത് ചെയ്യും, ഈ പറയുന്ന വെബ്സൈറ്റിൽ നിന്ന് വിവരം കൊടുക്കും, അല്ലെങ്കിൽ വെബ്സൈറ്റിലോട്ട് പോകുക. കുക്കിയിലൂടെ ഓൾറെഡി ഡേറ്റ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അധികം എന്ത് ചെയ്യേണ്ട, ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യേണ്ട, ഓൾറെഡി ഇവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടെന്നൊരു ഇൻഫർമേഷൻ എന്ത് ചെയ്യും, ഇത് അങ്ങോട്ട് പോകും. സോ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, കുക്കി എപ്പോഴാണ് ഫോം ചെയ്യുന്നത്? നമ്മളൊരു വെബ്സൈറ്റിലോട്ട് കയറുമ്പോഴാണ് എന്തുണ്ടാവുന്നത്, കുക്കി ഉണ്ടാവുന്നത്. ആ കുക്കിയിൽ എന്ത് ചെയ്യും, നമ്മൾ ചെയ്യുന്ന വെബ്സൈറ്റ് ചെയ്യുന്ന ആക്ടിവിറ്റി എല്ലാവരും സ്റ്റോർ ചെയ്യുന്നത്. വീണ്ടും നമ്മൾ ആ സൈറ്റിലോട്ട് കയറുമ്പോൾ എന്ത് ചെയ്യും, ഈ പറയുന്ന ബ്രൗസർ എന്ത് ചെയ്യും, കുക്കികളെ അങ്ങോട്ട് സെൻഡ് ചെയ്യും. എന്തിനാ? സൈറ്റിനകത്ത് ഓർമ്മിക്കാനായിട്ട്. ഞങ്ങൾ ഓൾറെഡി ഇവിടെ ഇത്ര വരെ എത്തിയിട്ടുണ്ട്, ഇനി ബാക്കിയായിട്ട് ചെയ്താമെന്ന് ഓർമ്മിക്കേണ്ട. അതിനെയാണ് എന്ത് വിളിക്കുന്നത്, കുക്കി എന്ന് വിളിക്കുന്നത്. ഓക്കെ ഓർത്തിരിക്കുക. അതിനടുത്ത നെക്സ്റ്റ് ഫയർവാൾ. എന്താ ഫയർവാൾ? ഒരു കമ്പ്യൂട്ടറിലുള്ള ഇൻബിൽറ്റ് ആയിട്ടുള്ള സെക്യൂരിറ്റി സിസ്റ്റത്തെ വിളിക്കുന്ന പേരാണ് എന്ത്, ഫയർവാൾ. ഒരു ആന്റിവൈറസ് പോലെ പ്രവർത്തിക്കുന്ന സാധനം. ആന്റിവൈറസ് അല്ല കേട്ടോ, ഡയറക്റ്റ്ലി ആന്റിവൈറസ് അല്ല. എന്നാൽ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഫോണിൽ ഒരു ആന്റിവൈറസ് പോലെ പ്രവർത്തിക്കുന്ന ഒരു സാധനമാണ് എന്തെന്ന് പറയുന്നത്, ഫയർവാൾ. ഇൻബിൽറ്റ് ആയിട്ടുള്ള ഒരു ആന്റിവൈറസ് സിസ്റ്റം ആണ് എന്തെന്ന് പറയുന്നത്, ഫയർവാൾ. എല്ലാ ഇതിനകത്തും കാണും. അപ്പൊ നമ്മുടെ ഉത്തരം ഏതാണ്? ബ്രൗസർ ആണ്. ബാക്കിയുള്ള കാര്യങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്തു, ഞാനൊന്ന് മെൻഷൻ ചെയ്ത് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് ഞാൻ കാര്യങ്ങൾ പറയുന്നത്. നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു ക്ലാസ് ആണ്. എല്ലാവരും എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ആയിട്ട് കാണാൻ ശ്രമിക്കുക. അടുത്ത ചോദ്യം, വ്യത്യസ്തമായത് കണ്ടെത്തുക, അല്ലയോ ഡിഫറെന്റ് ആയിട്ടുള്ള കണ്ടെത്തുക, അല്ലെങ്കിൽ ഒറ്റയാനെ കണ്ടെത്തുക എന്നാണ് ചോദ്യം കേട്ടോ. ഒറ്റയാനെ കണ്ടെത്തുക ഏതൊക്കെയാണ്? ഒന്ന് മൈക്രോസോഫ്റ്റ് ഡിഫൻഡർ, മാക് OS സെക്യൂരിറ്റി, കാസ്പർ സ്കൈ, ഗൂഗിൾ പ്ലേ പ്രൊട്ടക്ട്. ഇത് പേര് കേട്ടിട്ടുണ്ടായിരിക്കും ഇല്ലയോ, ഗൂഗിൾ പ്ലേ പ്രൊട്ടക്ട്. നമ്മുടെ ഫോണുകളിനകത്തൊക്കെ ഉള്ള അല്ലയോ, നമ്മുടെ ഫോണുകളിനകത്തുള്ള അല്ലെങ്കിൽ മൊബൈൽ ഫോണിനകത്തുള്ള ആൻഡ്രോയിഡ് ഫോണിനകത്തുള്ള ഒരു സെക്യൂരിറ്റി സിസ്റ്റമാണ് എന്തെന്ന് പറയുന്നത്, പ്ലേ പ്രൊട്ടക്ട് എന്ന് പറയുന്നത് ഇല്ലയോ.
നമ്മുടെ ഫോണിനകത്തേക്ക് ഏതെങ്കിലും ആപ്പ് നമ്മൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഈ പ്ലേ പ്രൊട്ടക്റ്റ് ആണ് എന്ത് ചെയ്യുന്നത്, ആ ആപ്പിനെ സ്കാൻ ചെയ്യുന്നതും ആപ്പിനകത്ത് എന്തെങ്കിലും അപകടകരമായിട്ടുള്ള അല്ലെങ്കിൽ വൈറസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് കണ്ടുപിടിക്കുന്ന ആരാ, നമ്മുടെ ഫോണിലുള്ള ഗൂഗിൾ പ്ലേ പ്രൊട്ടക്റ്റ് എന്നുള്ള സാധനമാണ്. ഓക്കെ, എല്ലാ ഫോണിലും കാണും കേട്ടോ. എല്ലാ ആൻഡ്രോയിഡ് ഫോണിലും എന്ത് കാണും, ഗൂഗിൾ പ്ലേ പ്രൊട്ടക്റ്റ് എന്നുള്ള സാധനം ഇൻബിൽറ്റ് ആയിട്ട് കാണും. അത് എന്തോ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഫോണിലേക്ക് വരുന്ന ആപ്പുകളെയൊക്കെ സ്കാൻ ചെയ്ത് ആപ്പുകളിനകത്ത് എന്തെങ്കിലും വൈറസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് നമ്മളെ അറിയിക്കുന്ന സാധനമാണ് എന്ത്, പ്ലേ പ്രൊട്ടക്റ്റ്. ഓക്കെ, ഇനി ഇതിനകത്ത് പറഞ്ഞ ഏതാ വ്യത്യസ്തമായിട്ടുള്ളത്, മൈക്രോസോഫ്റ്റ് ഡിഫൻഡർ എന്ന് പറയുന്നത് എന്താണ്, അതൊരു ആന്റിവൈറസ് സോഫ്റ്റ്വെയർ ആണ്. മാക് OS സെക്യൂരിറ്റി ഒരു ആന്റിവൈറസ് സോഫ്റ്റ്വെയർ ആണ്. കാസ്പർസ്കൈ ഒരു ആന്റിവൈറസ് ആണ്. ഗൂഗിൾ പ്ലേ പ്രൊട്ടക്റ്റ് എന്തോ ആന്റിവൈറസ് ആണ്. അപ്പൊ എങ്ങനെ വ്യത്യാസം കണ്ടെത്തുന്നത്, എല്ലാം എന്താണ് ആന്റിവൈറസ് കണക്ക് തന്നെ, എല്ലാം ആന്റിവൈറസ് ആണ്. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കും, നോക്കാൻ ഒറ്റ കാര്യമുള്ളൂ. ഗൂഗിൾ പ്ലേ പ്രൊട്ടക്റ്റ് എന്താണെന്ന് ഞാൻ പറഞ്ഞു, ഇൻബിൽറ്റ് ആയിട്ടുള്ളതാന്ന് പറഞ്ഞു. എന്താണ് ഇൻബിൽറ്റ്, അതിനകത്ത് തന്നെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാ. അതാണ് തന്നെ മൈക്രോസോഫ്റ്റ് ഡിഫൻഡർ എന്ന് പറയുന്നത്. മൈക്രോസോഫ്റ്റ് ഡിഫൻഡർ എന്ന് പറയുന്നത് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനകത്ത് ഇൻബിൽറ്റ് ആയിട്ടുള്ള ആന്റിവൈറസിനെയാണ് എന്ത് വിളിക്കുന്നത്, മൈക്രോസോഫ്റ്റ് ഡിഫൻഡർ. അല്ലേ, കമ്പ്യൂട്ടറിനകത്ത് തന്നെ ഇൻബിൽറ്റ് ആയിട്ട് ഓൾറെഡി അതിനകത്ത് സെറ്റ് ചെയ്ത് വരുന്ന ആന്റിവൈറസ് ആണ് എന്തെന്ന് പറയുന്നത്, ഡിഫൻഡർ. സോ ഇതും എന്താണ്, ഇൻബിൽറ്റ് ആണ്. ഇത് എവിടെ ഉള്ളതാ, വിൻഡോസിനകത്തുള്ളതാണ്. ഇതും ഇൻബിൽറ്റ് ആണ്. ഇനി മാക് OS സെക്യൂരിറ്റി. മാക് OS എന്തോന്ന് അറിയാമല്ലോ, അതിന്റെ മുകളിൽ ഞാൻ എഴുതിയിരിക്കുക. അതൊക്കെ മാക് OS. എന്തോ മാക് OS, മാക്കിൻടോഷ് OS എന്നാണ്. മാക്കിൻടോഷ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നാണ് അതിന്റെ ഫുൾ ഫോം. ഇല്ലയോ, എന്താണ്, ആപ്പിൾ കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് എന്തെന്ന് പറയുന്നത്, മാക് OS എന്ന് പറയുന്നത് കേട്ടോ. ആപ്പിൾ കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് മാക് OS. ഫുൾ നെയിം എന്തോ, മാക്കിൻടോഷ് OS എന്നാണ് കേട്ടോ. ഇതാണ് മാക്കിൻടോഷ് എന്നാണ് കേട്ടോ, മാക്കിൻടോഷ് എന്നാണ് കേട്ടോ. മാക്കിൻടോഷ് OS എന്നാണ് അതിന്റെ ഫുൾ നെയിം എന്ന് പറയുന്നത്. അപ്പോൾ ആപ്പിൾ ഫോണുകളിൽ ഉപയോഗിക്കുന്ന OS ആണ്. അപ്പോൾ എന്തുവാ മാക് OS സെക്യൂരിറ്റി എന്ന് വെച്ചാൽ അതിനകത്ത് തന്നെ ഇൻബിൽറ്റ് ആയിട്ട് വരുന്ന, അതായത് ആപ്പിൾ ഫോണുകളിൽ അല്ലെങ്കിൽ ആപ്പിൾ കമ്പ്യൂട്ടറുകളിൽ ഇൻബിൽറ്റ് ആയിട്ട് വരുന്ന സെക്യൂരിറ്റി സിസ്റ്റം ആണ് എന്തെന്ന് പറയുന്നത്, മാക് OS സെക്യൂരിറ്റി. അപ്പൊ നോക്കേ, 3 എണ്ണം എന്താ ഇൻബിൽറ്റ് ആയിട്ടുള്ള സെക്യൂരിറ്റി സിസ്റ്റം. ഇനി ലാസ്റ്റ് കാസ്പർസ്കൈ, ഇതെന്തല്ല, ഇത് ഇൻബിൽറ്റ് അല്ല, അല്ലയോ, ഇതൊരു ഓപ്പൺ ആപ്പാണ്. അല്ലെങ്കിൽ എന്താണ് പറയുന്നത്, നമ്മൾ പുറത്തുനിന്ന് വരുന്ന ഒരു സാധനമാണ് എന്തെന്ന് പറയുന്നത്, ഇൻബിൽറ്റ് ആയിട്ടുള്ള സാധനം അല്ല ഇത് കേട്ടോ. എന്തല്ല, ഇൻബിൽറ്റ് അല്ല. അത് പുറമേ നമ്മൾ കൊടുക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ആന്റിവൈറസ് തന്നെയാണ്, പക്ഷെ പുറമേ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ് എന്ത്, കാസ്പർസ്കൈ എന്ന് പറയുന്നത്. സോ അവിടെ ഏത് ഉത്തരം വരും, നമ്മുടെ ഒറ്റയാൻ ഏതാ, കാസ്പർസ്കൈ ആണ് ആൻസർ. കാരണം എന്താ, ബാക്കി എല്ലാ ആന്റിവൈറസുകളും എന്താണ്, ഈ പറഞ്ഞ ഇൻബിൽറ്റ് ആയിട്ടുള്ളതാണ്. എന്നാൽ കാസ്പർസ്കൈ മാത്രം എന്തല്ല, ഇൻബിൽറ്റ് അല്ല. അപ്പൊ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ആന്റിവൈറസുകൾ. എന്താണ് ആന്റിവൈറസ് എന്ന് പറയുന്നത്, ഈ ചോദ്യത്തിന് കിട്ടുന്ന മെയിൻ ഐഡിയ എന്താണ് ആന്റിവൈറസ്, നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് കയറുന്ന എന്താണ് വൈറസുകളെ അല്ലെങ്കിൽ വേം അങ്ങനെയുള്ള ഈ മാൽവെയറുകൾ ഉണ്ടല്ലോ, മലീഷ്യസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറുകൾ, നമുക്ക് അപകടം ഉണ്ടാക്കുന്ന സോഫ്റ്റ്വെയർ ഉണ്ടല്ലോ, പ്രോഗ്രാമുകൾ ഉണ്ടല്ലോ, ഇവയൊക്കെ നശിപ്പിക്കാനും കണ്ടെത്താനും ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറുകളെ വിളിക്കുന്ന പേരാണ് എന്ത്, ആന്റിവൈറസ് സോഫ്റ്റ്വെയർ. ഓർത്തിരിക്കട്ടോ, അതിനെ വിളിക്കുന്ന പേരെന്തോ, ആന്റിവൈറസ് സോഫ്റ്റ്വെയർ. അതായത് നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് കയറുന്ന ദോഷം ഉണ്ടാക്കുന്ന ഫയലുകളെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന എന്താണ് സോഫ്റ്റ്വെയറാണ് എന്തോന്നത്, ആന്റിവൈറസ് എന്ന് പറയുന്നത്. ഓക്കെ, അറിയാലോ നിങ്ങൾക്ക് എന്താണ് ആന്റിവൈറസ് എന്ന്. ഈ ആന്റിവൈറസിന് എക്സാമ്പിൾ ആണ് ഈ പറഞ്ഞത്. അതിൽ ഒരെണ്ണം എന്തോ ഇൻബിൽറ്റ് അല്ലാത്തതാണ് കേട്ടോ. ഓക്കെ, ഇനി നോക്കുക, ഇതിനകത്ത് 4 എക്സാമ്പിൾ ഉണ്ട്. ഇത് കൂടാതെ കുറച്ച് എക്സാമ്പിളുകൾ എന്ത് ചെയ്യണം, നിങ്ങൾ പഠിക്കണം. ഏതിൻ്റെയാ, ഈ ആന്റിവൈറസ് സോഫ്റ്റ്വെയറുകളുടെ എക്സാമ്പിൾ എന്ത് ചെയ്യണം, പഠിക്കണം കേട്ടോ. പരീക്ഷയ്ക്ക് ചോദിക്കും ആന്റിവൈറസ് സോഫ്റ്റ്വെയർ എക്സാമ്പിൾ. ഏതൊക്കെയാ എക്സാമ്പിൾ, 4 എണ്ണം ഉണ്ട്. ഇനി ബാക്കി ഞാൻ പറയാം ഏതൊക്കെയാണ്. അടുത്ത ഒരെണ്ണമാണ് എന്ത്, നോർട്ടൺ എന്ന് പറയുന്നതാണ് കേട്ടോ. എന്താണ് നോർട്ടൺ, ആന്റിവൈറസ് സോഫ്റ്റ്വെയർ ആണ് നോർട്ടൺ. അടുത്തയാണ് അവാസ്റ്റ്. ഇത് നിങ്ങൾ കേട്ടിട്ടുള്ളതായിരിക്കും കേട്ടോ. അവാസ്റ്റ് നമ്മൾ ഫോണിലും കമ്പ്യൂട്ടറിലൊക്കെ ഉപയോഗിക്കുന്നതാണ് അവാസ്റ്റ് എന്ന് പറയുന്ന ഒരു ആന്റിവൈറസ് സിസ്റ്റം. അടുത്ത ഏതാ, അവീറ. ഇല്ലയോ, എന്താണ് അവീറ എന്ന് പറയുന്ന ഒരു ആന്റിവൈറസ് സിസ്റ്റം. ഇല്ലയോ, ഏതാണ് അവീറ. ഓക്കെ, ഇനി മറ്റൊരു ഇമ്പോർട്ടന്റ് ഫേമസ് ആയിട്ട് എന്താ, മക്കഫെ. എന്താണ് മക്കഫെ എന്ന് പറയും കേട്ടോ. വായിക്കുന്ന എങ്ങനെയാണ്, മക്കഫെ എന്നാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള ഒരു ആന്റിവൈറസ് സിസ്റ്റം ആണെന്ത്, അല്ലെ സോഫ്റ്റ്വെയർ ആണെന്ത്, മക്കഫെ എന്ന് പറയുന്നത്. പിന്നെ ഞാൻ പറഞ്ഞില്ല, കാസ്പർസ്കൈ ഉണ്ട്, ഗൂഗിൾ പ്ലേ പ്രൊട്ടക്റ്റ് ഉണ്ട്, മാക് OS സെക്യൂരിറ്റി ഉണ്ട്. ഇതെല്ലാം എന്താണ് ആന്റിവൈറസുകളാണ്. ഓർത്തിരിക്കുക. ഇതിനെയൊക്കെ എന്താണ് എക്സാമ്പിളുകൾ എന്ത് ചെയ്യണം, പഠിച്ചു വെച്ചേക്കണം. ഇനി വേറെ ഉണ്ട്, എന്താ ക്വിക്ക് ഹീൽ എന്നുണ്ട്. അതുകൊണ്ട് ക്വിക്ക് ഹീൽ എന്ന് പറഞ്ഞ മറ്റൊരെണ്ണം ഉണ്ട്, ക്വിക്ക് ഹീൽ. ഇതൊക്കെ ആന്റിവൈറസ് സോഫ്റ്റ്വെയർ ആണ്. ക്വിക്ക് ഹീൽ എന്ന് പറഞ്ഞ മറ്റൊരെണ്ണം ഉണ്ട്. അപ്പോൾ ഇതെല്ലാം എവിടെ വരുന്നതാണ്, ആന്റിവൈറസ് സോഫ്റ്റ്വെയർ. ഇനിയും ഒരുപാടുണ്ട് കേട്ടോ. നമ്മൾ ഫേമസ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ പറഞ്ഞുള്ളൂ. ഇതെല്ലാം എന്താണ് ആന്റിവൈറസ് സോഫ്റ്റ്വെയർ. അപ്പോൾ ഇതിന്റെയൊക്കെ പേരുകൾ എന്താണ് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചേക്കണം. ഓക്കെ, മൈക്രോസോഫ്റ്റ് ഡിഫൻഡർ ഒക്കെ പുതിയതാട്ടോ. അതൊക്കെ ഇൻബിൽറ്റ് ആയിട്ടുള്ള ആന്റിവൈറസ് സോഫ്റ്റ്വെയർ ആണ്. ക്ലിയർ ആയല്ലോ. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഏത് തരം നെറ്റ്വർക്കിംഗിലാണ് ഓരോ കമ്പ്യൂട്ടറിനും ആശയവിനിമയ ആവശ്യങ്ങൾക്കായി തൊട്ടടുത്തുള്ള 2 കമ്പ്യൂട്ടറുമായി മാത്രം ബന്ധമുള്ളത്? അതായത് ഒരു നെറ്റ്വർക്കിംഗ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു, അവിടെ ഒരു കമ്പ്യൂട്ടറിന് തൊട്ടടുത്തുള്ള 2 കമ്പ്യൂട്ടറുകളായിട്ട് മാത്രമേ ബന്ധമുള്ളൂ. അങ്ങനെ വരുന്ന നെറ്റ്വർക്ക് ഏതാണ്, അങ്ങനെ വരുന്ന കമ്പ്യൂട്ടർ സിസ്റ്റം ഏതാണെന്നാണ് ചോദിച്ചത്. അങ്ങനെ വരുന്ന നെറ്റ്വർക്കിംഗ് സിസ്റ്റം. ഇത് കുറെ എക്സാം ഉണ്ട്. ഉദാഹരണം എന്തൊക്കെയാ, സ്റ്റാർ ടോപ്പോളജി, മെഷ് ടോപ്പോളജി, റിംഗ് ടോപ്പോളജി, ബസ് ടോപ്പോളജി. ഈ ടോപ്പോളജി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഒരു സംശയം വരുന്ന സാധനമാണ് എന്ത്,
ടോപ്പോളജി എന്താണെന്ന്. എന്താ ടോപ്പോളജി? ടോപ്പോളജി എന്ന് വെച്ചാൽ നമ്മൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകളെ കുറിച്ച് പഠിച്ചിട്ടുണ്ടല്ലോ. കമ്പ്യൂട്ടറുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണെന്ത്? കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്. ഈ നെറ്റ്വർക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെത്തേഡുകളെ, മാർഗ്ഗങ്ങളെ വിളിക്കുന്ന പേരാണെന്ത്? ടോപ്പോളജി എന്ന് വെച്ചാൽ. ഏതൊക്കെ രീതിയിൽ കണക്ട് ചെയ്യാം, അല്ലയോ? വട്ടത്തിൽ കണക്ട് ചെയ്യണോ, അല്ലെ നീളത്തിൽ കണക്ട് ചെയ്യണോ, അങ്ങനെയുള്ള രീതികളെ വിളിക്കുന്ന പേരാണെന്ത്? ഈ ടോപ്പോളജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് 4 ടോപ്പോളജി ഉണ്ട്. 4 അല്ല, മൊത്തം 5 ടോപ്പോളജികളുണ്ട്. ഈ ഓപ്ഷൻ 4 ഉള്ളൂ. ഇതിൽ ഏത് ടോപ്പോളജിയാണ് എന്ത് ചെയ്യുന്നത്? ഒരു കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ, ഇവിടെ ഒരു കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ ആ ഒരു കമ്പ്യൂട്ടറിന് എന്താ തൊട്ടടുത്തുള്ള 2 കമ്പ്യൂട്ടറുകൾ മാത്രമേ ബന്ധമുള്ളൂ, ഇല്ലയോ? വേറൊരു കമ്പ്യൂട്ടറുമായിട്ട് അവിടെ കണക്ഷനേ ഇല്ല. അങ്ങനെ കണക്ഷൻ ഇല്ലാത്ത തരം ടോപ്പോളജി ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ആ രീതി ഏതാണെന്ന് കേട്ടോ. ഉത്തരം ഞാൻ പറയാം കേട്ടോ. ഉത്തരം ഏതാ? റിംഗ് ടോപ്പോളജി. അതാണ് ഉത്തരം, റിംഗ് ടോപ്പോളജി. ഓക്കെ, അപ്പോൾ അറിയണ്ടേ എന്താ റിംഗ് ടോപ്പോളജി എന്നും എന്താ സ്റ്റാർ ടോപ്പോളജി എന്നും? ഓക്കെ, നമുക്ക് ജസ്റ്റ് അതൊന്ന് നോക്കാം. ആദ്യം ഞാൻ എന്ത് പറയാം? ആദ്യം ഞാൻ എന്ത് പറയുന്നു? സ്റ്റാർ ടോപ്പോളജി പറയുന്നു. എന്താണ് സ്റ്റാർ ടോപ്പോളജി? അതായത് ഒരു കമ്പ്യൂട്ടർ, ഇങ്ങനെ ഒരു കമ്പ്യൂട്ടർ കാണും. ഓക്കെ, ഈ കമ്പ്യൂട്ടറിന് ചുറ്റും, ഇതൊരു മെയിൻ കമ്പ്യൂട്ടർ, അതിനെ വേണമെങ്കിൽ നമുക്ക് ഹബ് എന്ന് വിളിക്കാം കേട്ടോ. എന്ന് വിളിക്കാം? ഹബ് എന്ന് വിളിക്കാം. മെയിൻ കമ്പ്യൂട്ടറിനെ ഹബ് എന്ന് വിളിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു കമ്പ്യൂട്ടറിന് ചുറ്റും ഇവിടെ മറ്റൊരു കമ്പ്യൂട്ടർ കണക്ട് ചെയ്തിരിക്കുന്നു. ഇങ്ങോട്ട് മാറി മറ്റൊരു കമ്പ്യൂട്ടർ കണക്ട് ചെയ്തിരിക്കുന്നു. ഇങ്ങോട്ട് മാറി മറ്റൊരു കമ്പ്യൂട്ടർ കണക്ട് ചെയ്തിരിക്കുന്നു. ഇവിടെ മറ്റൊരു കമ്പ്യൂട്ടർ. അതായത് ഒരു കമ്പ്യൂട്ടറിലാട്ടില്ലേ, ഒരു കമ്പ്യൂട്ടറിന് ചുറ്റും കുറേ കമ്പ്യൂട്ടർ ഇങ്ങനെ കണക്ട് ചെയ്തേക്കുന്നു. അതായത് അവിടെ മെയിൻ കോറായിട്ട് ഒരു കമ്പ്യൂട്ടർ കാണും. അതിന് ചുറ്റും എന്തുണ്ട്? കുറേ കമ്പ്യൂട്ടർ ഇങ്ങനെ കണക്ട് ചെയ്യുന്നു. ഒരു സ്റ്റാർ പോലെ കണക്ട് ചെയ്തിരിക്കുന്നു, ഇല്ലയോ? ഒരു സ്റ്റാറിന്റെ ഷേപ്പിൽ ഇങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നു. ഇത്തരം കണക്ഷനെ വിളിക്കുന്ന പേരാണ് സ്റ്റാർ ടോപ്പോളജി. ഒരു മെയിൻ കമ്പ്യൂട്ടർ കാണും, അതിന് ചുറ്റും കുറേ കമ്പ്യൂട്ടർ ഇങ്ങനെ കണക്ട് ചെയ്ത് വെച്ചേക്കും. ഇതാണ് സ്റ്റാർ ടോപ്പോളജി. ഓക്കെ, ഇനി രണ്ടാമത്തെ ആണെന്ത്? മെഷ് ടോപ്പോളജി. അത് ഞാൻ ജസ്റ്റ് വരച്ച് കാണിച്ചു തരാം കേട്ടോ. എന്താണ് മെഷ് ടോപ്പോളജി എന്ന്? ഓക്കെ, എന്താണ് മെഷ് ടോപ്പോളജി? ഇതിന്റെ പ്രത്യേകത, ഇവിടെ ഒരു കമ്പ്യൂട്ടർ കാണും. ഓക്കെ, താഴെ മറ്റൊരു കമ്പ്യൂട്ടർ, ഇവിടെ മറ്റൊരു കമ്പ്യൂട്ടർ, ഇവിടെ മറ്റൊരു കമ്പ്യൂട്ടർ. ഈ കമ്പ്യൂട്ടറിന് ഈ കമ്പ്യൂട്ടറുമായിട്ട് കണക്ഷൻ കാണും. ഈ കമ്പ്യൂട്ടറിന് ഈ കമ്പ്യൂട്ടറുമായിട്ട് കാണും. ഇത് തമ്മിൽ ഇങ്ങനെ കണക്ഷൻ കാണും. ഇത് കൂടാതെ ഓരോ കമ്പ്യൂട്ടറിനും തൊട്ടടുത്തുള്ള മറ്റ് കമ്പ്യൂട്ടറുകളായിട്ട് എന്ത് ചെയ്യും? കണക്ഷൻ കാണും. എന്ന് വെച്ചാൽ എല്ലാ കമ്പ്യൂട്ടറിനും ആ നെറ്റ്വർക്കിലുള്ള എല്ലാ കമ്പ്യൂട്ടറുമായിട്ടും കണക്ഷൻ കാണും. അതായത് ഇപ്പോൾ ഇവിടെ 4 കമ്പ്യൂട്ടർ ഉണ്ടല്ലോ. അപ്പോൾ ഈ ഒരു കമ്പ്യൂട്ടറിന് മറ്റ് 3 കമ്പ്യൂട്ടറായിട്ടും കാണും. ഈ ഒരു കമ്പ്യൂട്ടറിന് മറ്റ് 3 എണ്ണമായിട്ട് കാണും. ഈ കമ്പ്യൂട്ടറിന് ബാക്കി 3 എണ്ണം. അപ്പോൾ ഓരോ കമ്പ്യൂട്ടറിനും ബാക്കി എല്ലാ കമ്പ്യൂട്ടറുകളായിട്ടും എന്തായും? കണക്ഷൻ കാണും. അത്തരം കണക്ഷനെ വിളിക്കുന്ന പേരാണ്, അല്ലയോ? അത്തരം നെറ്റ്വർക്കിംഗ് സിസ്റ്റത്തെ വിളിക്കുന്ന പേരാണ് എന്താണ്? മെഷ് ടോപ്പോളജി. എന്താണ് മെഷ് ടോപ്പോളജി? നേരത്തെ സ്റ്റാർ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ. സ്റ്റാറിന് എന്തായിരിക്കും? ഒരു കമ്പ്യൂട്ടറുമായിട്ട് എന്ത് കാണത്തുള്ളൂ? സാധനത്തിന് എല്ലാം, മെയിൻ കമ്പ്യൂട്ടർക്ക് എല്ലാം കണക്ഷൻ കാണത്തുള്ളൂ. ഇവിടെ എന്തുവാ? ഇവിടെ ഒരു കമ്പ്യൂട്ടറിന് എല്ലാ കമ്പ്യൂട്ടറുകളായിട്ടും കണക്ഷൻ ഉണ്ട്. ഇതിനെ വിളിക്കുന്ന പേരാണ് സ്റ്റാർ ടോപ്പോളജി. ഇനി അടുത്ത ഒരെണ്ണമാണ് റിംഗ് ടോപ്പോളജി. എന്താ റിംഗ് ടോപ്പോളജി? ഓക്കെ, എന്താ റിംഗ് ടോപ്പോളജി? ഇവിടെ ഒരു കമ്പ്യൂട്ടർ ഇരിക്കുന്നു. ഇവിടെ മറ്റൊരു കമ്പ്യൂട്ടർ. ഇവിടെ, അപ്പൊ ഇവിടെ മൊത്തം എത്ര കമ്പ്യൂട്ടർ ഉണ്ട്? 3 കമ്പ്യൂട്ടറുണ്ട്. 4 കമ്പ്യൂട്ടർ ഉണ്ട്. ഇത് കണക്ഷൻ എങ്ങനെയായിരിക്കും? ഇങ്ങനെ ഇങ്ങനെ കണക്ഷൻ എന്ന് വെച്ചാൽ എന്തുവാ? ഒരു റിംഗ് പോലെ, ഒരു റിംഗ് പോലെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതായത് ഈ കമ്പ്യൂട്ടറിന് ഈ കമ്പ്യൂട്ടറുമായിട്ടും ഈ കമ്പ്യൂട്ടർ, ഇതിന്റെ തൊട്ടടുത്തുള്ള 2 കമ്പ്യൂട്ടറുമായിട്ട് മാത്രമേ കണക്ഷൻ ഉള്ളൂ, ഇല്ലയോ? ഏത് കമ്പ്യൂട്ടർ എടുത്താലും അതിന്റെ തൊട്ടടുത്തുള്ള 2 കമ്പ്യൂട്ടറുമായിട്ട് കണക്ഷൻ ഉള്ളൂ, ഇല്ലയോ? വേറെ ഒരു കമ്പ്യൂട്ടറുമായിട്ട് അവിടെ കണക്ഷൻ ഇല്ല. കാരണം അതൊരു റിംഗ് ഷേപ്പിലാണ് സെറ്റ് ചെയ്തേക്കുന്നത്. നമ്മുടെ ചോദ്യം അത് തന്നെ. എന്തുവാ? ഏത് നെറ്റ്വർക്കിലെ ഓരോ കമ്പ്യൂട്ടറിനും ആശയവിനിമയ ആവശ്യങ്ങൾക്കായി തൊട്ടടുത്തുള്ള 2 കമ്പ്യൂട്ടറുമായിട്ട്, അല്ലേ? ഈ ഒരു കണക്ഷനത്തിലേ അങ്ങനെ വരത്തുള്ളൂ. ഈ കണക്ഷനല്ലേ ഉള്ളൂ തൊട്ടടുത്തുള്ള 2 കമ്പ്യൂട്ടറുമായിട്ട് ഡയറക്റ്റ് കണക്ഷൻ വരുന്നുള്ളൂ. അപ്പോൾ അവിടെ ഉത്തരം എന്തുവാ? റിംഗ് ടോപ്പോളജി. ഉത്തരം സിമ്പിൾ. ഇനി ബസ് ടോപ്പോളജി എന്താണെന്ന് അറിഞ്ഞിരിക്കണം, അല്ലേ? ഓരോ ടോപ്പോളജിയും പറയുന്നില്ല കേട്ടോ. ബസ് ടോപ്പോളജി അറിയാൻ എങ്ങനെയാ? എന്താ ബസ് ടോപ്പോളജി? ഇങ്ങനെ ഒരു ലൈൻ കാണും. ഈ ലൈനിന് ചുറ്റും നമ്മൾ എന്ത് ചെയ്യും? കമ്പ്യൂട്ടറുകളെ അറേഞ്ച് ചെയ്യും. ഈ ലൈനിന് ചുറ്റും എന്ത് ചെയ്യും? കമ്പ്യൂട്ടറുകളെ അറേഞ്ച് ചെയ്യും. ഇങ്ങനെ ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് ബസ് ടോപ്പോളജി. ഒരു ലൈനിന് ചുറ്റും നമ്മൾ എന്ത് ചെയ്യും? കമ്പ്യൂട്ടറുകളെ അറേഞ്ച് ചെയ്യും. ബസ് ടോപ്പോളജി. ബസ് എന്ന് വിളിക്കാൻ കാരണം എന്താ? ഈ ഒരു ലൈനെ വിളിക്കുന്ന പേരാ ബസ്സിൽ. നമ്മൾ കമ്പ്യൂട്ടറിലൊക്കെ ആ പോകുന്ന ചാനലിനെ വിളിക്കുന്ന പേരാണ് ബസ്, അല്ലേ? പോകുന്ന വയറിനെ, അല്ലെങ്കിൽ പോകുന്ന ഡേറ്റ ഒഴുകി പോകുന്ന ആ ഒരു ചാനൽ, ആ ഒരു വഴിയെ വിളിക്കുന്ന പേരാണ് ബസ് എന്ന്. സോ അതുകൊണ്ടാണ് എന്ത് പേര് വന്നത്? ബസ്. ഒരു മെയിൻ കണക്ഷൻ കാണും. അതിന് ചുറ്റും എന്ത് ചെയ്യും? കുറേ കമ്പ്യൂട്ടറുകൾ ഇങ്ങനെ കണക്ട് ചെയ്തിരിക്കും. അവിടെ മെയിൻ ആയിട്ട് ഒരു ഹബ്ബ്, ഒരു മെയിൻ കമ്പ്യൂട്ടർ ഒന്നും കാണത്തില്ല. ഒരൊറ്റ വയർ വലിച്ചിട്ടേക്കും. ആ വയറിനകത്ത് എന്ത് ചെയ്യും? ഓരോരോ കമ്പ്യൂട്ടറിലേക്ക് കണക്ഷൻ കൊടുക്കും. ഇത്തരം ടോപ്പോളജി വിളിക്കുന്ന പേരാണ് നമ്മുടെ ബസ് ടോപ്പോളജി. ഇനി ഒരു ടോപ്പോളജി കൊണ്ട് കേട്ടോ, ഒരെണ്ണം കൂടെ ഉണ്ട്. ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞുതരാം. നിങ്ങൾക്ക് അറിയായിരിക്കും, ഇത് വർക്ക് ചെയ്യുന്നവർക്ക് അറിയാം ഏതാ ടോപ്പോളജി കേട്ടോ. ലാസ്റ്റ് ടോപ്പോളജി ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രീ ടോപ്പോളജി. ഏതാണ്? ട്രീ ടോപ്പോളജി. ട്രീ ടോപ്പോളജി എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബസ്, ഇല്ലയോ? ബസ് ടോപ്പോളജിയും അതിൻ്റെ കൂടെ റിംഗ് ടോപ്പോളജിയും കൂടെ ചേരുന്നതിനെ വിളിക്കുന്ന പേരാണ് ട്രീ ടോപ്പോളജി. ഒരു മരം പോലെ നിൽക്കും കേട്ടോ. ബസ് ടോപ്പോളജിയും റിംഗ് ടോപ്പോളജി, റിംഗ് അല്ല സോറി, ബസ്സും ഇത് ഏതാ? സ്റ്റാർ ടോപ്പോളജി. റിംഗ് അല്ലേ? ബസ്സും സ്റ്റാർ ടോപ്പോളജിയും കൂടെ ചേർന്നാണ് എന്ത് വിളിക്കുന്നത്?
ഈ പറയുന്ന ട്രീ. ഇതാണ്ട് ഇതൊക്കെ ഇതുണ്ട്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞൊരു ബസ് ഇല്ലേ, ഒരു ലൈൻ ഇങ്ങനെ വരച്ച് വെച്ചില്ലയോ, ഇതിനകത്ത് എല്ലാം എന്ത് കാണും, ഓരോ കമ്പ്യൂട്ടർ ഇങ്ങനെ അറേഞ്ച് ചെയ്യില്ലേ. ഇതാ അവിടെ ഒരു കമ്പ്യൂട്ടർ, ഇതവിടെ മറ്റൊരു കമ്പ്യൂട്ടർ, ഇതാ ഇവിടെ ഒരു കമ്പ്യൂട്ടർ ഇല്ലേ, 3 കമ്പ്യൂട്ടർ അറേഞ്ച് ചെയ്തു. ഇനി എന്താ സംഭവിക്കുന്നത്, ഇനി ഈ ഒരു കമ്പ്യൂട്ടറിന് ചുറ്റും എന്ത് ചെയ്യും, ആ കുറേ കമ്പ്യൂട്ടർ ഇങ്ങനെ കാണും. കണ്ടോ, ഈ കമ്പ്യൂട്ടറിന് ചുറ്റും എന്ത് ചെയ്യും, ആ കുറേ കമ്പ്യൂട്ടർ നമ്മളിങ്ങനെ അഡീഷണൽ ആയിട്ട് കാണും. ഓരോ കമ്പ്യൂട്ടറിന് ചുറ്റും എന്ത് കാണും, ഇങ്ങനെ കുറേ കമ്പ്യൂട്ടർ കാണും. ഇതാ ഇങ്ങനെ കുറേ കാണും. എന്ന് വെച്ചാൽ അർത്ഥം എന്തോടെ, ഒരു ബസ് ടോപ്പോളജി ഓൾറെഡി ഉണ്ട്. അതുകൂടാതെ ഇത് റിംഗ് ആയിട്ടില്ലേ പ്രവർത്തിക്കുന്നത്. കാരണം എന്താ, ഓരോ കമ്പ്യൂട്ടറിന് ചുറ്റും പിന്നെ കുറെ കമ്പ്യൂട്ടർ വരുമല്ലോ. അപ്പോൾ അവിടെ ഒരു ബസ് ടോപ്പോളജി റിംഗ് ടോപ്പോളജി കൂടെ ചേർന്ന് വരുന്ന സാധനത്തെ വിളിക്കുന്ന പേരാണെന്ത്, ഈ പറയുന്ന ട്രീ ടോപ്പോളജി. അപ്പോൾ മൊത്തം 4 എണ്ണം ഉണ്ട്. അപ്പോൾ 4ന്റെ പ്രത്യേകം അറിയാം. നമ്മുടെ ഇവിടുത്തെ ഉത്തരം ഏതാ, റിംഗ് ടോപ്പോളജി ആണ് നമ്മുടെ ഈ ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം, താഴെ പറയുന്നവ പൊരുത്തപ്പെടുത്തുക. എന്താണ് പൊരുത്തപ്പെടുത്തേണ്ടത്? ഓക്കെ, എന്ത് വരും, ഇത് പൊരുത്തപ്പെടുത്തുന്ന അറിയാലോ, മാച്ച് ചെയ്യുക കേട്ടോ. എന്താണ് മാച്ച് ചെയ്യാനാണ് ചോദ്യം വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യം ഉറപ്പായിട്ടും കാണും, മാച്ച് ചെയ്യാനായിട്ടൊരു ചോദ്യം. എന്ത് ചോദ്യം, ഇത് ഉപയോഗപ്രദമായ ഒരു ആപ്ലിക്കേഷനായിട്ട് തോന്നിക്കുന്ന ഒരു മാൽവെയർ ആണ്. എന്താണ് ഉപയോഗപ്രദമായിട്ട് തോന്നിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ്, ഇതൊരു മാൽവെയർ. മാൽവെയർ എന്ന് വെച്ചാൽ മലീഷ്യസ് സോഫ്റ്റ്വെയറിന്റെ ഷോർട്ട് ഫോം ആണ് എന്ത്, മാൽവെയർ. അതായത് നമുക്ക് അപകടം ഉണ്ടാക്കുന്ന, നമ്മുടെ കമ്പ്യൂട്ടറുകളൊക്കെ നശിപ്പിക്കുന്ന സോഫ്റ്റ്വെയർ വിളിക്കുന്നവരാണ് എന്ത്, മാൽവെയർ എന്ന്. അപ്പോൾ അതിനെ കൊടുത്തേക്കുന്ന വേം ആട്ടോ. ഇംഗ്ലീഷ് ചെയ്താൽ കൃത്യമായിട്ട് മനസ്സിലാകും, പക്ഷേ പരീക്ഷ മലയാളത്തിലായിരിക്കും. സോ അതുകൊണ്ടാണ് ഞാൻ മലയാളത്തിൽ വേം കേട്ടോ. ഇത് സ്പൈവെയർ, ഇത് റാൻസം വെയർ, റാൻസം ആണേ, റാൻസം വെയർ. ഇത് ട്രോജൻ ഹോഴ്സ്, അറിയാമല്ലോ, ട്രോജൻ ഹോഴ്സ്. അപ്പോൾ എക്സാമ്പിൾ ഓക്കെ. അപ്പോൾ ഇതിന്റെ കറക്റ്റ് സാധനം അല്ല അവിടെ കിടക്കുന്നത്, മാച്ച് ചെയ്യാനാ. രണ്ടാമത്തത്, കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നതിൽ നിന്ന് ഉപഭോക്താവിനെ തടയുന്നു. കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നതിൽ എന്ത് ചെയ്യുന്നു, തടയുന്നു. ഇത് സൃഷ്ടാവിന് ഡേറ്റ അയക്കുന്നു. ആരാണോ സൃഷ്ടിച്ചത്, ആരാണോ അത് ക്രിയേറ്റ് ചെയ്തത്, അയാൾക്ക് എന്ത് ചെയ്യുന്നു, ഡേറ്റ അയച്ചു കൊടുക്കുന്നു. ഇവയ്ക്ക് ഇതിന്റെ 100 കണക്കിന് പകർപ്പുകളായി മാറാൻ കഴിയും. എത്രയായിട്ട് മാറാൻ കഴിയും, അവയുടെ തന്നെ 100 കണക്കിന് എന്താണ് പകർപ്പുകളായിട്ട്, അതിന്റെ 100 കണക്കിൽ മൾട്ടിപ്പിളായിട്ട് എന്ത് ചെയ്യും, മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അതിന്റെ അത്രയും തവണ അത് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇത് ഏതാണ് അങ്ങോട്ടും ഇങ്ങോട്ട് വരുന്നത്, ഇവിടെ കുറെ എക്സാമ്പിൾ ഉണ്ട്. വേം ഉണ്ട്, സ്പൈവെയർ ഉണ്ട്, റാൻസം വെയർ ഉണ്ട്, ട്രോജൻ ഹോഴ്സ് ഉണ്ട്. ഈ വലത്ത് കിടക്കുന്ന സാധനങ്ങളെല്ലാം എന്തുവാ, ഈ വലത്ത് കിടക്കുന്ന സാധനങ്ങളെല്ലാം മാൽവെയറുകളാണ്. എന്താണ് മാൽവെയർ? എന്താണ് മാൽവെയർ എന്ന് പറയുന്നത്, മലീഷ്യസ് സോഫ്റ്റ്വെയറിന്റെ ഷോർട്ട് ഫോം ആണ് എന്ത്, മാൽവെയർ. എന്താ മാൽവെയർ എന്ന് പറയുന്നത്, നമുക്ക് ദോഷം ഉണ്ടാക്കുന്ന, നമുക്ക് ദുരിതം ഉണ്ടാക്കുന്ന, നമ്മുടെ കമ്പ്യൂട്ടറിനെ നശിപ്പിക്കുന്ന തരം സോഫ്റ്റ്വെയറുകളെ വിളിക്കുന്നവരാണ് എന്ത്, മാൽവെയർ. മാൽവെയറുകൾക്ക് ഉദാഹരണമായി എഴുതി വെച്ചേക്കുന്ന ഇത്രയും. ഓക്കെ, നോക്കേ ഏതാന്ന് പറയാം. ഓക്കെ, ഇത് ഉപയോഗപ്രദമായ ഒരു ആപ്ലിക്കേഷനായിട്ട് തോന്നിക്കുന്ന ഒരു മാൽവെയർ ആണ് അല്ലേ. ഉപയോഗപ്രദമായിട്ടുള്ള ആപ്ലിക്കേഷനാണ് തോന്നിക്കുകയും അത് നമ്മുടെ കമ്പ്യൂട്ടർക്ക് ദോഷം ഉണ്ടാക്കുകയും ചെയ്യുന്ന മാൽവെയറുകൾ നമ്മൾ വിളിക്കുന്ന പേര് ട്രോജൻ ഹോഴ്സ് എന്നാട്ടോ. അപ്പോൾ ഇതിന്റെ ഉത്തരം എന്തുവാ, ട്രോജൻ ഹോഴ്സാ. അതായത് 1 എന്ന് പറയുന്നത്, എ എന്ന് പറയുന്നത് എന്താ, 4 കേട്ടോ. എ എന്ന് പറയുന്നത് എവിടെ വരും, 4-നകത്ത് വരും. ഓക്കെ, ക്ലിയർ ആയ? ഇനി കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നതിന് നിങ്ങളെ എന്താണ് തടയുന്നു, കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നതിന് തടയുന്നു. ഏതാ ഉത്തരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്, ഈ പറയുന്ന റാൻസം വെയർ കേട്ടോ. അപ്പം ബി എന്ന് പറയുന്നത് എന്ത് വരും, 3. എന്തുവാടെ റാൻസം വെയർ, റാൻസം വെയർ ആ പേര് തന്നെ. റാൻസം എന്ന വാക്കിന്റെ അർത്ഥം എന്തുവാ, മോചനദ്രവ്യം അല്ലേ. നമ്മൾ തട്ടിക്കൊണ്ടൊക്കെ പോകുമ്പോൾ നമ്മൾ തിരിച്ചു കിട്ടാൻ വേണ്ടി പൈസ ചോദിക്കത്തില്ലയോ, ആ പൈസ വിളിക്കുന്ന പേരാണ് എന്ത്, റാൻസം. ഇംഗ്ലീഷൊക്കെ പഠിക്കുന്നവർക്ക് അറിയാലോ റാൻസം എന്താണെന്ന്, മോചനദ്രവ്യം എന്ന് പറയും. അപ്പോൾ എന്തോ റാൻസം വെയർ എന്ന് വെച്ചാൽ നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് എന്ത് ചെയ്യുന്നു, നുഴഞ്ഞു കയറുന്നു. കമ്പ്യൂട്ടർ നുഴഞ്ഞു കയറിയിട്ട് നമ്മുടെ ഡേറ്റയൊക്കെ അതെന്ത് ചെയ്യുന്നു, ലോക്ക് ചെയ്യുന്നു. വെച്ചാൽ നമ്മുടെ കമ്പ്യൂട്ടറിനെ ലോക്ക് ചെയ്യുന്നു. നമ്മുടെ ഡേറ്റ നശിപ്പിച്ച് കളയുന്നില്ല, കമ്പ്യൂട്ടറിനെ എന്ത് ചെയ്യുന്നു, ലോക്ക് ചെയ്യുന്നു. ലോക്ക് ചെയ്യുമ്പോൾ നമ്മൾ കമ്പ്യൂട്ടർ ഓൺ ആക്കുമ്പോൾ ഒരു ഡിസ്പ്ലേ മാത്രം കാണിക്കുന്നതുവാ, ഈ കമ്പ്യൂട്ടർ ഓപ്പൺ ആക്കണമെങ്കിൽ ഞങ്ങൾക്ക് ഇത്ര രൂപ ഇന്ന അക്കൗണ്ടിലേക്ക് തരണം എന്നൊരു ഡിസ്പ്ലേ മാത്രം നമ്മുടെ കമ്പ്യൂട്ടറിൽ കാണിക്കും. അപ്പോൾ ആ അക്കൗണ്ടിലോട്ട് പൈസ ഇട്ട് കൊടുത്താലേ പിന്നെ നമ്മുടെ കമ്പ്യൂട്ടർ എന്ത് ചെയ്യത്തുള്ളൂ, ലോക്ക് ഓപ്പൺ ആവത്തുള്ളൂ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ നമ്മുടെ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നതിൽ നിന്ന് നമ്മളെ തടയുന്ന തരം ഒരു മാൽവെയർ ആണ് എന്തെന്ന് പറയുന്നത്, റാൻസം വെയർ. സോ ആൻസർ എന്ത് ചെയ്യും, അത് വരും. ഇനി ഇത് സൃഷ്ടാവിന് ഡേറ്റ അയക്കുന്നില്ലയോ, അതായത് ഇത് ക്രിയേറ്റ് ചെയ്ത, അതായത് ഈ പറയുന്ന സോഫ്റ്റ്വെയർ ക്രിയേറ്റ് ചെയ്ത ആൾക്ക് എന്ത് ചെയ്യുന്നു, നമ്മുടെ കമ്പ്യൂട്ടറിലെ ഡേറ്റ എടുത്ത് അയാൾക്ക് അയച്ചു കൊടുക്കുന്നു. എന്ന് വെച്ചാൽ ഒരു ചാരപ്രവൃത്തി ചെയ്യുന്നു ഇല്ലയോ, നമ്മുടെ സാധനങ്ങളെല്ലാം അടിച്ചു മാറ്റി ആർക്ക് കൊടുക്കുന്നു, ആ ഉണ്ടാക്കി തന്നവന് കൊടുക്കുന്നു. സോ ഒരു ചാരപ്രവൃത്തി എന്ന് പറയുമ്പോൾ ഏത് ഇംഗ്ലീഷ് വാക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, സ്പൈ ഇല്ലയോ. സ്പൈ എന്ന് വെച്ചാൽ ചാരൻ എന്നില്ലയോടെ. സോ ഇത് എവിടെ വരും, ഇത് എവിടെ വരുന്നത്, സ്പൈവെയറിനകത്ത് വരും കേട്ടോ. സ്പൈവെയർ എന്തോ സ്പൈവെയർ, അതായത് സി എന്ന് പറയുന്നത് എവിടെ വരും, C2-നകത്ത് വരും. സ്പൈവെയർ അല്ലേ, എന്തോ സ്പൈവെയർ എന്ന് പറയുന്നത്, സ്പൈവെയർ ഇത്രയേ ഉള്ളൂ. എന്തുവാ, നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് നമ്മുടെ അനുവാദമില്ലാതെ നുഴഞ്ഞു കയറുകയും കമ്പ്യൂട്ടറിലുള്ള വിവരങ്ങളെല്ലാം എന്ത് ചെയ്യും, ആ സ്പൈവെയർ ഉണ്ടാക്കിയ ആൾക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു സാധനത്തെ വിളിക്കുന്ന പേരാണെന്ത്, സ്പൈവെയർ അല്ലേ. സ്പൈ പ്രവർത്തനം നടത്തുക, ചാരപ്രവർത്തി നടത്തുക. ഇനി ഇവയ്ക്ക് ഇതിന്റെ 100 കണക്കിന് പകർപ്പുകളായിട്ട് മാറാൻ കഴിയില്ലയോ. അതായത് ഒരു സാധനമുണ്ട്, ഒരു മാൽവെയർ, ആ മാൽവെയറിന്റെ പ്രത്യേകം എന്തുവാ, അത് നമ്മുടെ കമ്പ്യൂട്ടർ കയറി കഴിഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടറിൽ അത് അതിന്റെ ഒരു 10 ഇരട്ടി സാധനമായിട്ട് എന്താണ് റെപ്ലിക്കേറ്റ് ചെയ്യും. അതായത് അതിന്റെ ഇരട്ടി പതിപ്പുകളായിട്ട് മാറിയിട്ട് നമ്മുടെ കമ്പ്യൂട്ടറിന്റെ മെമ്മറി മൊത്തം അങ്ങ് നിറഞ്ഞ് കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് മാറ്റും.
അങ്ങനെ ഒരു മാൽവെയർ ആണ് എന്തെന്ന് പറയുന്നത്, ഈ സാധനം വേം എന്ന് പറയുന്നത് കേട്ടോ. എരയെന്നൊക്കെ പറയാം മലയാളത്തിൽ. എന്തുവാ? വേം. അതായത് നമ്മുടെ കമ്പ്യൂട്ടറിൽ കയറി കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ മൊത്തം അങ്ങ് നിറയും, അതങ്ങനെയോ അത് അതിന്റെ ഇരട്ടി പതിപ്പുകളായിട്ട് മാറിയിട്ട് അങ്ങ് നിറഞ്ഞ് കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ പറ്റാതെ മെമ്മറി ഒക്കെ നിറഞ്ഞു പോകും. ആ സാധനമാണ് എന്തെന്ന് വിളിക്കുന്നത്? വേം. സോ അത്ര D1. അപ്പം ഓക്കെ, ഓപ്ഷൻ ഏതൊക്കെയാ? A4, B3, C2, D1. അത് വരുന്ന ഓപ്ഷൻ ഏതാണ് ഉള്ളത്? ഏതാണ്ട് A4, B3, C2, D1. ഏതാ? ബി. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ, ഇല്ലയോ? ഓപ്ഷൻ ബി നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള എന്താണ് ആൻസർ ആണ്. അപ്പൊ ഇത് ഏത് ഭാഗമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്? മാൽവെയറുകളായി ബന്ധപ്പെട്ട ചോദ്യം. മാൽവെയർ എന്താന്ന് പറഞ്ഞല്ലോ, ഏതൊക്കെയാ? ഈ പറയുന്ന നമുക്ക് കമ്പ്യൂട്ടറിലേക്ക് കയറി കമ്പ്യൂട്ടറിനകത്ത് ദോഷം ഉണ്ടാക്കുന്ന തരം വസ്തുക്കളെ വിളിക്കുന്ന പേരാണെന്ത്? അല്ലെങ്കിൽ സോഫ്റ്റ്വെയറുകളാണ് അത്ര, അല്ലേ? സോഫ്റ്റ്വെയറുകളാണ് എന്ത് വിളിക്കുന്നത്? മാൽവെയർ. എന്താണ് മാൽവെയർ പറഞ്ഞു? ഏതൊക്കെയാ എക്സാമ്പിൾ? വേം ഉണ്ട്, സ്പൈവെയർ ഉണ്ട്, റാൻസം വെയർ ഉണ്ട്, ട്രോജൻ ഹോഴ്സ് ഉണ്ട്. ഇത് കൂടാതെ കുറച്ച് കാര്യങ്ങളുണ്ട്, ഞാൻ ജസ്റ്റ് അതിനെക്കുറിച്ച് കൊണ്ട് പറയുകയാണ്. ഇത് കൂടാതെ ഉള്ള കുറച്ച് മാൽവെയറുകളാണ്. ഒന്ന് വൈറസ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാൽവെയർ ആണ് എന്ത്? വൈറസ് എന്ന് പറയുന്നത്. എന്താണ് വൈറസിനെ കുറിച്ച് പഠിക്കും? വൈറസിന്റെ ഫുൾ ഫോം പഠിക്കണം. എന്താണ് വൈറസിന്റെ ഫുൾ ഫോം? വൈറ്റൽ ഇൻഫർമേഷനെ പറയത്തുള്ളൂ, ഇൻഫർമേഷൻസ് എന്ന് പറയത്തില്ല. അറിയാലോ, ഇംഗ്ലീഷിലെ ഗ്രാമർ തെറ്റാണ്. ഇൻഫർമേഷൻ അതിന്റെ പ്ലൂറൽ എന്ത് തന്നെയാണ്? ഇൻഫർമേഷൻ തന്നെയാണ് കേട്ടോ. വൈറ്റൽ ഇൻഫർമേഷൻ റിസോഴ്സ് അണ്ടർ സിയേജ്. സിയേജ് എന്ന് വെച്ചാൽ അപകടത്തിൽ കേട്ടോ. സിയേജ് എന്ന് വെച്ചാൽ അപകടത്തിൽ. അതായത് വൈറ്റൽ ഇൻഫർമേഷൻ റിസോഴ്സ് അണ്ടർ സിയേജ് എന്ന് വെച്ചാൽ നമുക്ക് വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? അപകടത്തിലാണ് എന്നാ എന്തിന്റെ അർത്ഥം? വൈറസിന്റെ അർത്ഥം. എന്ന് വെച്ചാൽ അതിനെ അപകടത്തിലാക്കുന്ന തരം സോഫ്റ്റ്വെയർ ആണ് എന്തെന്ന് പറയുന്നത്? വൈറസ് എന്ന് പറയുന്നത്. വൈറസ് ഒരു മാൽവെയർ ആണ്. അത് നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് കയറുകയും നമ്മുടെ കമ്പ്യൂട്ടറിലെ വിവരങ്ങളെല്ലാം നശിപ്പിക്കുകയും കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലാക്കി മാറ്റുകയും ചെയ്യുന്ന മാൽവെയറുകളെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? വൈറസുകൾ എന്ന് പറയുന്നത്. അപ്പം ഇതെന്താണ്? വൈറസ് മറ്റൊരു മാൽവെയർ. ഇനി ഇത് കൂടാതെ ഉണ്ടോ? ഇത് കൂടാതെ ഏതുണ്ട്? ഞാൻ ജസ്റ്റ് ഇതാ ഇങ്ങോട്ട് എഴുതാം. കൂടാതെ ഉണ്ട് ആഡ്വെയർ ഉണ്ട് കേട്ടോ. എന്താണ് ആഡ്വെയർ? എന്താണ് ആഡ്വെയർ? ആടെന്ന് വെച്ചാൽ എന്താണ്? പരസ്യം. ആടെന്ന് വെച്ചാൽ പരസ്യം. അതായത് നമ്മുടെ അനുവാദമില്ലാതെ നമ്മുടെ ഫോണുകളിലേക്ക് അനാവശ്യ പരസ്യങ്ങൾ അയക്കാൻ ഉപയോഗിക്കുന്ന ഒരു മാൽവെയർ ആണ് എന്തെന്ന് പറയുന്നത്? ആഡ്വെയർ എന്ന്. ഇത് ഗുണമുണ്ട് ദോഷമുണ്ട് കേട്ടോ. കാരണം അനാവശ്യമായിട്ടുള്ള പരസ്യങ്ങൾ നമുക്കൊരു ദോഷമാണ്. പിന്നെ ചില പരസ്യങ്ങൾ നമുക്ക് ഉപകാരപ്രദമാകാറുണ്ട്. അപ്പോൾ അവിടെ എന്ത് ചെയ്യും? നമുക്കത് ഉപകാരമായിട്ട് മാറും, എന്നാലും എന്തുവാ ദോഷങ്ങളും ഉണ്ടാക്കും. സോ അങ്ങനെ ഒരു സോഫ്റ്റ്വെയർ ആണ് എന്ത്? ആഡ്വെയർ എന്ന് പറയുന്നത്. ആഡ്വെയർ എന്താണ്? ഒരു മാൽവെയർ ആണ്, മലീഷ്യസ് സോഫ്റ്റ്വെയർ ആണ്. അപ്പൊ നമ്മൾ ഈ ഭാഗത്ത് പറഞ്ഞ എന്തിനെ കുറിച്ചാണ്? മലീഷ്യസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറുകളെ കുറിച്ചാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ് എന്തെന്ന് പറയുന്നത്? ഈ പറയുന്ന മാൽവെയറുകളെ കുറിച്ച്. അവിടെ നിന്ന് ധാരാളം ചോദ്യങ്ങൾ എന്ത് ചെയ്യാറുണ്ട്? വരാറുണ്ട്. അപ്പോൾ അതിന്റെ പ്രത്യേകതകളെല്ലാം എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ഓക്കെ, നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് എന്ത് ചെയ്യുക? മൂവ് ചെയ്യുകയാണ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് മൂവ് ചെയ്യാം. അടുത്ത ചോദ്യം എന്താണ്? താഴെ പറയുന്നവയിൽ ഏതാണ് ലോ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് പരിവർത്തനം ചെയ്യുന്നത്? ഇല്ലയോ? താഴെ പറയുന്ന ഉദാഹരണങ്ങളിൽ, അതായത് എക്സാമ്പിളുകളിൽ അല്ലെങ്കിൽ നമ്മുടെ ഓപ്ഷനുകളിൽ ഏതാണ് ലോ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റുന്നത്? എന്ത് ലാംഗ്വേജിനെയാ? ലോ ലെവൽ ലാംഗ്വേജിനെയും. പക്ഷെ അത് അറിയണം എന്തോ ലോ ലെവൽ ലാംഗ്വേജ് കേട്ടോ. എന്താ ലോ ലെവൽ ലാംഗ്വേജ്? ലോ ലെവൽ ലാംഗ്വേജ് എന്ന് വെച്ചാൽ കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ലാംഗ്വേജുകളെ വിളിക്കുന്ന പേരാണെന്ത്? ലോ ലെവൽ ലാംഗ്വേജ് കേട്ടോ. ആർക്ക് മനസ്സിലാവുന്ന? കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ലാംഗ്വേജുകളെ വിളിക്കുന്ന പേരാണെന്ത്? ലോ. അതായത് നമുക്ക് മനസ്സിലാവത്തില്ല, നമുക്കത് ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റാത്ത ലാംഗ്വേജ് ആണെന്ത്? ലോ ലെവൽ ലാംഗ്വേജ്. ഈ ലോ ലെവൽ ലാംഗ്വേജിൽ വരുന്ന രണ്ടെണ്ണമാണ് എന്തെന്ന് പറയുന്നത്? അസംബ്ലി ലാംഗ്വേജും, ശ്രദ്ധിക്കുക, അസംബ്ലി ലാംഗ്വേജും പിന്നെന്തുവാ? മെഷീൻ ലാംഗ്വേജും. ഓർത്തിരിക്കണേ. അതായത് ലോ ലെവൽ ലാംഗ്വേജ് എന്നാൽ കമ്പ്യൂട്ടറിന് മാത്രം മനസ്സിലാവുന്ന ലാംഗ്വേജുകൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? കമ്പ്യൂട്ടറിന് മാത്രം വെച്ചാൽ കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന, നമ്മൾ മനുഷ്യർക്ക് അത്രയ്ക്ക് എളുപ്പം മനസ്സിലാവാത്ത ലാംഗ്വേജ് ആണ് എന്തെന്ന് പറയുന്നത്? ലോ ലെവൽ ലാംഗ്വേജ്. അത് രണ്ടെണ്ണം ഉണ്ട്, അസംബ്ലി ലാംഗ്വേജ് ഉണ്ട്, മെഷീൻ. ഈ മെഷീൻ ലാംഗ്വേജ് വെച്ചാൽ പ്യൂർലി കമ്പ്യൂട്ടറിന് മാത്രം മനസ്സിലാവുന്ന, അതായത് 1, 0 എന്ന് പറയുന്ന ബൈനറി കോഡുകൾ ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യുന്ന ലാംഗ്വേജ് ആണ് എന്തെന്ന് പറയുന്നത്? മെഷീൻ ലാംഗ്വേജ്. അതും കമ്പ്യൂട്ടറിന് മാത്രമേ മനസ്സിലാവത്തുള്ളൂ, നമുക്കത് കണ്ടുപിടിക്കാനേ പറ്റത്തില്ല. എന്നാൽ അസംബ്ലി ലാംഗ്വേജ് ഒരു എന്താണ്? സെക്കൻഡ് ജനറേഷൻ ലോ ലെവൽ ലാംഗ്വേജ് ആണ്. അതായത് സെക്കൻഡ് ജനറേഷൻ ലോ ലെവൽ ലാംഗ്വേജ് ആണ്. അതുകൊണ്ട് തന്നെ അതിന് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവും. കാരണം ഇത് ചില കോഡുകൾ ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ സാധനം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. കാരണം ഇതിനകത്ത് ചില കോഡുകൾ ഉപയോഗിച്ചാണ് ഈ ലാംഗ്വേജ് എഴുതുന്നത്. സാധാരണ ഈ 0s ഉം 1s ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യുന്ന മെഷീൻ ലാംഗ്വേജ് പോലെ അല്ല അസംബ്ലി ലാംഗ്വേജ്. എന്താണ്? ചില കോഡുകൾ ഉപയോഗിച്ചാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ആ കോഡുകളെ വിളിക്കുന്ന പേര് നിമോണിക്സ് എന്നാണ് കേട്ടോ. ആ കോഡുകളെ വിളിക്കുന്ന പേര് എന്താണ്? നിമോണിക്സ് എന്ന് വിളിക്കും. എന്താണ്? നിമോണിക്സ്. ആ കോഡുകളെ വിളിക്കുന്ന പേര് നിമോണിക്സ് എന്നാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഓർത്തിരിക്കുക, എന്താണ് ഒരു സെക്കൻഡ് ജനറേഷൻ ലോ ലെവൽ ലാംഗ്വേജ് ആണ് എന്തെന്ന് പറയുന്ന സാധനം? ഈ പറയുന്ന അസംബ്ലി ലാംഗ്വേജ് എന്ന് പറയുന്നത്. അതിനകത്തുള്ള കോഡുകളെ നമ്മൾ വിളിക്കുന്ന പ്രത്യേക പേരാണെന്ത്? നിമോണിക്സ് എന്ന് വിളിക്കും. ഓക്കെ, ഓർത്തിരിക്കുക. അപ്പൊ അത് ഉപയോഗിച്ചാണ് ക്രിയേറ്റ് ചെയ്യുന്നത്.
അപ്പോൾ അതാണ് ലോ ലെവൽ. ഇനി ഹൈ ലെവൽ ലാംഗ്വേജ് ഉണ്ട്, രണ്ടാമത്തെ ലാംഗ്വേജ് ആണ് ഹൈ ലെവൽ ലാംഗ്വേജ്. അതെന്താണെന്ന് അറിഞ്ഞിരിക്കണം. എന്താണ് ഹൈ ലെവൽ ലാംഗ്വേജ്? മനുഷ്യന് മനസ്സിലാവുന്ന തരം ലാംഗ്വേജുകളെ വിളിക്കുന്ന പേരാണ് എന്ത്? ഹൈ ലെവൽ. അപ്പോൾ ഇത് രണ്ടും പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകൾ കേട്ടോ. കമ്പ്യൂട്ടറിലെ സോഫ്റ്റ്വെയറുകളെ ആപ്ലിക്കേഷനുകളെയൊക്കെ പ്രോഗ്രാം ചെയ്യാൻ ഉപയോഗിക്കുന്ന ലാംഗ്വേജുകളാണ് എന്ത്? ഈ ലോ ലെവൽ ലാംഗ്വേജും ഹൈ ലെവൽ ലാംഗ്വേജും. പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളാണ് രണ്ടായിട്ട് ക്ലാസ് ചെയ്യുന്നത്, ലോ ലെവൽ ലാംഗ്വേജും ഹൈ ലെവൽ ലാംഗ്വേജും. ലോ ലെവൽ എന്ന് വെച്ചാൽ നമുക്ക് പ്രത്യേകിച്ച് മനസ്സിലാവാത്ത സാധനമാണ് അല്ലയോ. ഹൈ ലെവൽ ലാംഗ്വേജ് വെച്ചാൽ മനുഷ്യന് മനസ്സിലാവുന്നത്, അതായത് ഇംഗ്ലീഷും പിന്നെ ഇംഗ്ലീഷ് ആൽഫബറ്റുകളും ന്യൂമറിക്കൽസും നമ്പറുകളും മാത്തമാറ്റിക്കൽ സിമ്പിളുകളൊക്കെ ഉപയോഗിച്ച് എഴുതുന്ന ലാംഗ്വേജുകളാണ് എന്ത്? ഹൈ ലെവൽ ലാംഗ്വേജ്. ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഹൈ ലെവൽ ലാംഗ്വേജിൽ ഉദാഹരണമാണ് എന്തുവാ? സി ലാംഗ്വേജ്, C++, അതായത് CPP, HTML അല്ലയോ, ജാവ, കൊബോള്, പിന്നെ PHP, CSS, ഇതെല്ലാം എന്താണ്? ഈ പറയുന്ന ലാംഗ്വേജുകളെല്ലാം എന്താണ്? ഹൈ ലെവൽ ലാംഗ്വേജുകൾ അല്ലേ. ഇത് നമ്മൾ പല പ്രോഗ്രാമുകൾ ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പല ലാംഗ്വേജുകളാണ്. ഇതൊക്കെ മനുഷ്യന് മനസ്സിലാവുന്ന ലാംഗ്വേജ്. അതുകൊണ്ട് അതിനെന്ത് വിളിക്കുന്നത്? ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് വിളിച്ചത്. ഇപ്പോൾ ഇവിടെ ചോദ്യം എന്തുവാ? ഒരു ലോ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റുന്ന ആ ഒരു സോഫ്റ്റ്വെയർ ഏതാണെന്ന്. ഓക്കെ, ഒന്നാമത്തെ എന്തുവാ? ഓപ്ഷൻ കമ്പൈലർ, രണ്ടാമത്തെ ഓപ്ഷൻ ഇന്റർപ്രറ്റർ, മൂന്നാമത്തെ എന്തുവാ? അസംബ്ലർ, നാലാമത്തത് കൺവെർട്ടർ. ഇനി നമ്മൾ ഓപ്ഷനിലേക്ക് ഒന്ന് നീങ്ങാൻ പോവാ. ഓപ്ഷനിലേക്ക് നീങ്ങുന്നു. എന്താ ഓപ്ഷൻസ്? കമ്പൈലർ. കമ്പൈലർ എന്താന്ന് വെച്ചാൽ കമ്പൈലർ ഹൈ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റുന്ന സാധനം. ഹൈ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റുന്നതാണ് എന്ത്? കമ്പൈലർ. ഇന്റർപ്രറ്ററും അത് തന്നെ. എന്തുവാ? ഹൈ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റുന്ന സാധനമാണ് എന്ത്? ഇന്റർപ്രറ്ററും. അപ്പൊ ചോദിക്കത്തില്ല ഇവിടെ എന്തുവിടെ ഡിഫറൻസ് എന്ന്? വല്ല ഡിഫറൻസ് ഉണ്ടോ എന്ന് ചോദിക്കത്തില്ലയോ? ഉണ്ട്, ഡിഫറൻസ് ഉണ്ട്. എന്താ ഡിഫറൻസ്? കമ്പൈലർ എന്ന് വെച്ചാൽ അവിടെ കംപ്ലീറ്റ് ഇൻപുട്ടുകളും, അതായത് അതിനകത്തുള്ള ഇൻപുട്ടുകളെല്ലാം ഒരുമിച്ചാണ് എന്ത് ചെയ്യുന്നത്? കൺവേർട്ട് ചെയ്യുന്നത്. അതായത് ഹൈ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റുകയാണ്, പക്ഷേ അവിടെ ഉള്ള മൊത്തം ഇൻപുട്ടുകൾ എന്തും ഒറ്റ ടൈമിൽ എന്ത് ചെയ്യുക? കൺവേർട്ട് ചെയ്യുക. എന്നാൽ ഇന്റർപ്രറ്ററിൽ അങ്ങനല്ല. എന്തുവാ? ഓരോ ഇൻപുട്ടും ഓരോ നാട്ടാണ് അല്ലയോ. ഓരോ ഇൻപുട്ടും അറ്റ് എ ടൈമാണ് എന്ത് ചെയ്യുന്നത്? കൺവേർട്ട് ചെയ്യുന്നത്. വെച്ചാൽ ആദ്യത്തെ ഇൻപുട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യത്തുള്ളൂ? രണ്ടാമത്തെ ഇൻപുട്ട് കൺവേർട്ട് ചെയ്യത്തുള്ളൂ. അത് കഴിഞ്ഞ് എന്ത് ചെയ്യത്തുള്ളൂ? മൂന്നാമത്തെ ഇൻപുട്ട് കൺവേർട്ട് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഓരോരോ ഇൻപുട്ടായിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ് എന്ത് വിളിക്കുന്നത്? ഇന്റർപ്രറ്റർ എന്നും. ഇനി അത് മൊത്തത്തിൽ ഒരുമിച്ചാണ് കൺവേർട്ട് ചെയ്യുന്നില്ല, അതിനെ എന്ത് വിളിക്കും? ഈ പറയുന്ന കമ്പൈലർ എന്ന് വിളിക്കും. രണ്ടും എന്തുവാ? ഹൈ ലെവൽ ലാംഗ്വേജിനെ ലോ ലെവൽ ലാംഗ്വേജ്, ലോ അല്ല, മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റാനാണ്. ഇനി അസംബ്ലർ എന്താന്ന് വെച്ചാൽ അസംബ്ലി ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റാനാണ്. അസംബ്ലി ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജ്. ഇനി കൺവേർട്ടർ, ഇങ്ങനെ ഒരു സാധനം ഇല്ല കേട്ടോ. അങ്ങനെ ഒരു സാധനം ഇല്ല. ഓപ്ഷൻ ഞാൻ ചുമ്മാ കൊടുത്തതാണ്. അങ്ങനെ ഒരു സാധനം എന്താ? ഇല്ല. അപ്പൊ നിങ്ങൾ പറയും ഉത്തരം ഏത് വരും? ഏതാ? ലോ ലെവൽ ലാംഗ്വേജിനെ മെഷീനിലായിട്ട് അല്ലയോ. ലോ ലെവൽ അസംബ്ലി ലാംഗ്വേജ് എന്തുവാ? ഒരു ലോ ലെവൽ ലാംഗ്വേജ് എന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞു. സോ അസംബ്ലി ലാംഗ്വേജ് എന്താ? ലോ ലെവൽ ലാംഗ്വേജാ. അപ്പോൾ ഇതിനകത്ത് ഓപ്ഷൻ ഉത്തരം ഏത് മാത്രമേ വരത്തുള്ളൂ? അസംബ്ലർ മാത്രമേ വരത്തുള്ളൂ. ഇങ്ങനെ പരീക്ഷയ്ക്ക് ചോദിക്കും. നമ്മൾ എന്ത് ചെയ്യും? കൺഫ്യൂഷൻ അടിച്ചിരിക്കും. കാരണം എന്താ? ചോദ്യം എന്തുവാ? ലോ ലെവൽ ലാംഗ്വേജിനെ എന്തിനാ മെഷീനിലോട്ടാ? ഇത് അസംബ്ലി ലാംഗ്വേജിനെ മെഷീനിലോട്ട് മാറ്റാനല്ലയോ അസംബ്ലർ ഉപയോഗിക്കുന്നതെന്നൊരു കൺഫ്യൂഷൻ വരും. അസംബ്ലി ലാംഗ്വേജ് എന്ത് തന്നെ? ലോ ലെവൽ ലാംഗ്വേജാ. അപ്പോൾ PSC നമ്മളെ കൺഫ്യൂഷൻ അടിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഇടുന്നത്. ഓർത്തിരിക്കുക കേട്ടോ. അപ്പം ലാംഗ്വേജുകളെ കുറിച്ച് കൃത്യമായിട്ട് അറിഞ്ഞ ഒരാൾക്ക് ഒരിക്കലും ഇത് തെറ്റത്തില്ല. അയാൾ എന്ത് ചെയ്യും? ഓപ്ഷൻ നോക്കി കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യും? ഉത്തരം ചെയ്യും. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഓർത്തിരിക്കുക. അപ്പൊ ഈ കമ്പൈലർ, ഇന്റർപ്രറ്റർ, അസംബ്ലർ ഇതെല്ലാം എന്തിനാ? ലാംഗ്വേജുകളെ കൺവേർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന സാധനങ്ങളല്ലയോ. ഇതിനെല്ലാം കൂടെ കോമൺ ആയിട്ട് ഒരു പേര് പറയും. എന്താണ്? ട്രാൻസ്ലേറ്ററുകൾ. എന്താണ്? ട്രാൻസ്ലേറ്ററുകൾ. ഓക്കെ, അതിനെ കോമൺ ആയിട്ട് വിളിക്കുന്ന പേരാണെന്ത്? ട്രാൻസ്ലേറ്ററുകൾ എന്ന് വിളിക്കും. ഓക്കെ, ഓർത്തിരിക്കുക. അപ്പൊ ട്രാൻസ്ലേറ്ററുകൾ എക്സാമ്പിൾ ആണ് എന്ത്? കമ്പൈലർ, ഇന്റർപ്രറ്റർ, അസംബ്ലർ. എന്താണെന്ന കാര്യം എന്ത് ചെയ്യുക? ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കുക. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുന്നു? അടുത്തേക്ക് പോകുന്നു. അടുത്ത എന്തുവാ? ഓപ്പറേറ്റിംഗ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക കേട്ടോ. ഓപ്പറേറ്റിംഗ് സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ട് എന്താ? കറക്റ്റ് ആയിട്ടുള്ളതാണ്, ശരിയായിട്ടുള്ളതാണ്, തെറ്റായിട്ടുള്ള ഏതാണെന്ന് എന്ത് ചെയ്യുക? കണ്ടെത്തുക. ഓക്കെ, ഒന്നാമത്തെ എന്തുവാ? ഹാർഡ്വെയർ. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് അറിയാമല്ലോ. കമ്പ്യൂട്ടറിലെ പ്രധാനപ്പെട്ടായിട്ട് ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ് എന്തെന്ന് പറയുന്നത്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം, OS എന്ന് പറയുന്നത്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇല്ലാതെ ഒരിക്കലും കമ്പ്യൂട്ടർ എന്ത് ചെയ്യത്തില്ല? പ്രവർത്തിക്കത്തില്ല. അറിയാമല്ലോ, കമ്പ്യൂട്ടറിൽ നമുക്കും കമ്പ്യൂട്ടറിന്റെയും നമ്മുടെ യൂസറിന്റെ ഇടയിൽ ഒരു ഇന്റർഫേസ് ആയിട്ട് മാറുന്നതാണ് എന്ത്? OS. അതായത് നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം കമ്പ്യൂട്ടറിന്റെ ഹാർഡ്വെയറിനെ ഉപയോഗിച്ച് നമുക്ക് ചെയ്തു തരുന്ന ഒരു സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ് എന്ത്? OS എന്ന് പറയുന്നത്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം. എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് വിൻഡോസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, നമുക്ക് ഇതിന്റെ ചോദ്യം കഴിഞ്ഞിട്ട് ബാക്കി പറയാം. അതായത് ഓപ്പറേറ്റിംഗ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് എടുത്തതാണ്? 4 പ്രസ്താവനകളുണ്ട് കേട്ടോ. ഹാർഡ്വെയറും ഉപഭോക്താവും തമ്മിലുള്ള ഒരു ഇന്റർഫേസ് ആണിത്. അതായത് ഹാർഡ്വെയറും ഉപഭോക്താവും തമ്മിലുള്ള ഒരു ഇന്റർഫേസ് ആണോ എന്നാ ചോദിച്ചേക്കുന്നത് ഇല്ലയോ? ആണോടെ? യെസ് ആണ് കേട്ടോ. അത് കറക്റ്റാണ്. കാരണം ഹാർഡ്വെയറിനകത്തുള്ള കാര്യങ്ങളെ, ഹാർഡ്വെയറിനെ പ്രവർത്തിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് എന്തെന്ന് പറയുന്നത്? OS എന്ന് പറയുന്നത്. നമ്മൾ യൂസർ, അതായത് നമ്മളും ഉപഭോക്താവും ഹാർഡ്വെയറും തമ്മിലുള്ള അല്ലേ, അതിനകത്ത് ഒരു ബന്ധം ഉണ്ടാക്കുന്ന ആളാണ് എന്തെന്ന് പറയുന്നത്? OS. സോ ഓപ്ഷൻ ഫസ്റ്റ് കറക്റ്റാ. ഇത് കമ്പ്യൂട്ടറിന്റെ തലച്ചോറാണല്ലയോ. ഇത് കമ്പ്യൂട്ടറിന്റെ തലച്ചോറാണോ?
കമ്പ്യൂട്ടർ തലച്ചോറ് എന്ന് പറയുന്നത്, അതായത് ബ്രെയിൻ എന്ന് പറയുന്നത് എന്ത് സാധനമാണ്? കമ്പ്യൂട്ടർ ബ്രെയിൻ എന്ന് പറയുന്നത് OS ആണോ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണോ? അങ്ങനെയാണോ നമ്മൾ കേട്ടിട്ടുള്ളത്? അല്ല, കമ്പ്യൂട്ടറിന്റെ ബ്രെയിൻ എന്തുവാണ്? ഇത് തെറ്റാ ഇല്ലയോ? കമ്പ്യൂട്ടറിന്റെ ബ്രെയിൻ എന്തുവാ? കമ്പ്യൂട്ടറിന്റെ ബ്രെയിൻ CPU ആ. നമ്മൾ പഠിച്ചിട്ടുള്ളത് എന്തുവാ? സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ് ആയിട്ടുള്ള CPU ആണ് എന്ത്? കമ്പ്യൂട്ടറിന്റെ ബ്രെയിൻ. സോ ഇതും തെറ്റാ. അടുത്ത എന്തുവാ? ഇന്ത്യ വികസിപ്പിച്ചെടുത്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് എന്ത്? ബോസ്. ഇന്ത്യ സ്വന്തമായിട്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വികസിപ്പിച്ചെടുത്തിട്ടുണ്ടോ എന്നായിരിക്കും നമ്മുടെ ചോദ്യം അല്ലയോ? ഉണ്ട്, ഇന്ത്യ സ്വന്തമായിട്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്, OS ഉണ്ട്. പക്ഷേ അതിന്റെ പേര് ബോസ് എന്നല്ല, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. എന്തുവാ? BOSS കേട്ടോ, ബോസ്. അതായത് അതിന്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ ഭാരത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം സൊല്യൂഷൻസ് കേട്ടോ. എന്താണ് BSS ന്റെ ഫുൾ ഫോം? ഭാരത് എന്നുള്ള സ്പെല്ലിംഗ് തെറ്റുണ്ട്. നമ്മൾ ഭാരത് എന്ന് എഴുതുമ്പം നമ്മൾ ഹിന്ദിയിലാണല്ലോ സാധാരണ അത് ഉപയോഗിക്കുന്നത്. സോ ഭാരത് കേട്ടോ, ഭാരത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം സൊല്യൂഷൻസ്. ഇതാണ് എന്തെന്ന് പറയുന്നത്? BOSS എന്താണ്? ബോസ്. അപ്പൊ BOS അല്ല, BOSS. സോ അതും തെറ്റാ. രണ്ടാമത്തെ ഓപ്ഷൻ. മൂന്നാമത്തെ എന്തുവാ? വിൻഡോസ് ഒരു പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ ആണ്. വിൻഡോസ് എന്താ? ഒരു പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ. അപ്പൊ നമുക്ക് അറിയേണ്ട കാര്യം എന്തുവാ? പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ ആ ഓപ്ഷൻ ശരിയാണോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റത്തുള്ളൂ. എന്താ പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ? ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലെങ്കിൽ സോഫ്റ്റ്വെയറുകളെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ എന്നും ഫ്രീ സോഫ്റ്റ്വെയർ എന്നും വിളിക്കാം. ഫ്രീ അല്ലെങ്കിൽ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ കേട്ടോ. ഫ്രീ സോഫ്റ്റ്വെയറിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ. സോ രണ്ട് തരം സോഫ്റ്റ്വെയർ ഉണ്ട്. ഏതൊക്കെയാ? ഫ്രീ സോഫ്റ്റ്വെയറും ഓപ്പൺ സോഴ്സ്. ഫ്രീ സോഫ്റ്റ്വെയറിനെ തന്നെയാണ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ എന്ന് വിളിക്കുന്നത്. ഫ്രീ സോഫ്റ്റ്വെയർ ഉണ്ട്, പ്രൊപ്രൈറ്ററി. എന്താ പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ എന്ന് വെച്ചാൽ? അതായത് നമുക്ക് കാശ് കൊടുത്ത് മേടിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമുക്ക് അതിനകത്ത് മാറ്റങ്ങളൊന്നും വരുത്താൻ പറ്റാത്ത തരം സോഫ്റ്റ്വെയറുകളെ വിളിക്കുന്ന പേരാണ് എന്ത്? പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയറുകൾ. അതായത് നമുക്ക് അതിനകത്ത് മാറ്റങ്ങളൊന്നും വരുത്താൻ പറ്റത്തില്ല. ആ തന്നിരിക്കുന്ന സാധനം ഉപയോഗിച്ചോണം. കാശ് കൊടുത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അത് മേടിക്കുന്നത് ഇല്ലേ? അല്ലാതെ കട്ട് പൊട്ടിച്ച് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. അതായത് കട്ട് പൊട്ടിക്കുന്ന ഉദ്ദേശിക്കുന്നത് പോയി കട്ടെടുക്കുന്നതല്ല ഉദ്ദേശിച്ചത്. എന്താണ്? നമുക്ക് ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റത്തില്ല. നമ്മൾ കമ്പ്യൂട്ടറിൽ കയറി നമുക്ക് അതിനകത്തുള്ള വ്യാജ പതിപ്പൊന്നും എടുത്ത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള സാധനങ്ങളാണ് എന്ത് വിളിക്കുന്നത്? ഈ പറയുന്ന പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ. വിൻഡോസ് അതിനൊരു എക്സാമ്പിൾ ആണ് പറഞ്ഞിരിക്കുന്നു. ഇനി ഫ്രീ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ഉണ്ട്. എന്ന് വെച്ചാൽ എന്തുവാ? നമുക്ക് ഇഷ്ടാനുസരണം എടുക്കാം, ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ്. അത് മാത്രമല്ല അതിനകത്ത് എന്ത് മാറ്റങ്ങളും വരുത്താൻ നമുക്ക് പറ്റില്ല, മോഡിഫൈ ചെയ്യാനും ചേഞ്ച് ചെയ്യാനൊക്കെ നമുക്ക് പറ്റും. അതാണ് ഫ്രീ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ. അപ്പോൾ വിൻഡോസ് ഒരു പ്രൊപ്രൈറ്ററി ആണോ എന്ന് ചോദിച്ചു. വിൻഡോസ് നമ്മൾ കാശ് കൊടുത്തല്ലേ മേടിക്കുന്നത്. വിൻഡോസിനകത്ത് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ നമുക്ക് പറ്റുമോ? ഇല്ല. സോ എന്താണ്? ഇത് കറക്റ്റ് ആണ്. എന്താണ് ആ ഓപ്ഷൻ? എന്താണ്? കറക്റ്റ് ആണ്. ഏത് ഓപ്ഷനാ? നാലാമത്തെ ഓപ്ഷൻ കറക്റ്റ് ആണ്. വിൻഡോസ് എന്തുവാ? പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയറുകളാണ്. ഓക്കെ, ക്ലിയർ ആയിരിക്കണമല്ലോ. ഇനി അപ്പൊ നോക്കേ, ഒന്നും ശരിയാ, രണ്ടും ശരിയാ, ബാക്കി രണ്ടും എന്തോ തെറ്റാ. ഓപ്ഷൻ ഏത് വരും? ഒന്നും രണ്ടും അല്ല, 1 ഉം 4 ഉം ശരിയാ. ഏതാ ഓപ്ഷൻ? സി. ഓപ്ഷൻ സി ആണ്. എന്താ? 1 ഉം 4 ഉം കറക്റ്റ് ആണ് അല്ലയോ? ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. 1 ഉം 4 ഉം കറക്റ്റ്. അപ്പോൾ ഓർത്തിരിക്കുക, എന്താണ് ഇങ്ങനെയുള്ള കുറെ പ്രത്യേകതകൾ എന്നിട്ട് അത് ശരിയേതാണെന്ന് തെറ്റേതാണെന്ന് ചോദിച്ചാൽ അത് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ കുറിച്ച് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം അല്ലയോ? ഇനി ഞാൻ കുറച്ച് ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളുടെ എക്സാമ്പിളുകൾ പറയാൻ പോകാം കേട്ടോ, ശ്രദ്ധിച്ചിരുന്നോണേ. ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളുടെ എക്സാമ്പിൾ ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞില്ലേ, വിൻഡോസ് അല്ലയോ? മൈക്രോസോഫ്റ്റിന്റെ ഉടമസ്ഥയുള്ള ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് എന്തെന്ന് പറയുന്നത്? വിൻഡോസ്. രണ്ടാമത്താണെന്ത്? മാക് OS. ആപ്പിളിനകത്ത് ഉപയോഗിക്കുന്ന, ആപ്പിൾ കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് എന്തെന്ന് പറയുന്നത്? മാക് OS. ഓക്കെ. ഇനി ലിനക്സ്. ഈ വിൻഡോസും മാക് OS എന്താണ്? പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയറുകളാണ് അല്ലേ? കാശ് കൊടുത്ത് മേടിക്കുന്ന സോഫ്റ്റ്വെയറുകളാണ്. ഇനി ലിനക്സ് എന്താ? ഫ്രീ സോഫ്റ്റ്വെയറാണ്. ലിനക്സ് മാത്രമല്ല, ലിനക്സ് മാത്രമല്ല, യുണിക്സ്, ഉബുണ്ടു, ഇതൊക്കെ എന്താ? ഫ്രീ സോഫ്റ്റ്വെയറുകളാണ്. നമുക്ക് കാശ് കൊടുക്കണ്ട അല്ലേ? ഫ്രീ ആയിട്ട് കിട്ടുന്നത്, നമുക്ക് അതിനകത്ത് മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്നതാണ് എന്ത്? ഈ സാധനങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഇത് കൂടാതെ കുറെ സോഫ്റ്റ്വെയറുകൾ ഉണ്ടല്ലേ? എന്തോ അപ്പം ഞാൻ പറഞ്ഞ ഭാരതത്തിലെ ബോസ് ഇന്ത്യയുടെ ഇല്ലയോ? അതും എന്തോ ഫ്രീ സോഫ്റ്റ്വെയറാണ്. ഇനി അത് കൂടാതെ കുറച്ചുണ്ടല്ലേ, മൊബൈലുകളിൽ ഉപയോഗിക്കുന്ന ചില OSകളുണ്ട്. എന്തൊക്കെയാ? ആൻഡ്രോയിഡ്. മൊബൈൽ ഫോണുകളിൽ ഉപയോഗിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണെന്ത്? ആൻഡ്രോയിഡ്. അതുകൊണ്ട് തന്നെ ഐഫോണുകളിൽ ഉപയോഗിക്കുന്നതാണ് iOS ഇല്ലയോ? ഐഫോണിൽ ഉപയോഗിക്കുന്നതാണ് iOS. ഓക്കെ. അപ്പൊ ഇതൊക്കെ എന്താണ്? സോഫ്റ്റ്വെയർ, അതായത് ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളാണ്. സിസ്റ്റം സോഫ്റ്റ്വെയറുകളായിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ എക്സാമ്പിൾ ആണ്, ഓർത്ത് വെച്ചേക്കുക. ഓക്കെ. അപ്പൊ നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. അടുത്ത ചോദ്യം എന്താണ്? വെബ് പേജുകൾ വികസിപ്പിക്കാൻ ഇനി പറയുന്നവയിൽ ഏതാണ് ഉപയോഗിക്കുന്നത്? അപ്പൊ താഴെ പറയുന്ന കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടല്ലോ. ആ താഴെ പറയുന്ന കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് വെബ് പേജ് ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്? വെബ് പേജ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന സാധനം ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറെ ഉണ്ടല്ലേ? ഓപ്ഷൻ കണ്ടാൽ എന്തും ഇതെല്ലാം ലാംഗ്വേജുകളാ അല്ലേ? എന്തുകൂടെ? പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളാ. എങ്ങനെയുള്ള ലാംഗ്വേജുകളാ? ഹൈ ലെവൽ ലാംഗ്വേജ് അല്ല, കണ്ടാൽ തന്നെ അറിയാലോ എന്തുവാ? ഹൈ ലെവൽ ലാംഗ്വേജുകളാ അല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞ ലാംഗ്വേജുകളെ കൂട്ടത്തിൽ വരുന്നില്ല. ഇതൊക്കെ ഏതൊക്കെയാ? HTML, PHP, COBOL, CSS. ഇതിലേതാണ് വെബ് പേജ് ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നതെന്ന് കേട്ടോ. ഉത്തരം ഞാനങ്ങ് പറയാം. എന്താണ് വെബ് പേജ് ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കാത്തതാണല്ലോ? ഉപയോഗിക്കാത്ത ഏതാ? COBOL മാത്രം. എന്താണ്? COBOL മാത്രമാണ് എന്ത് ചെയ്യുന്നത്? വെബ് പേജ് ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കാത്ത കേട്ടോ. COBOLന്റെ ഫുൾ ഫോം പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് വെബ് പേജുകൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഉപയോഗിക്കാത്തത് കേട്ടോ. എന്തോ ഫുൾ ഫോം? COBOLന്റെ ഫുൾ ഫോം എഴുതി വെച്ചു. ഓക്കെ നോക്കേ. കോമൺ ബിസിനസ്
ഓറിയന്റഡ് കോമൺ ബിസിനസ് ഓറിയന്റഡ് ലാംഗ്വേജ് എന്നതാണ് എന്തിന്റെ ഫുൾ ഫോം? ഈ പറയുന്ന കൊബോളിന്റെ ഫുൾ ഫോം. സോ പേര് തന്നെ അറിയാതെ എന്താ, അത് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ബിസിനസ് കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് എന്തെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് എന്തെന്ന് പറയുന്നത്, കൊബോൾ എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം എന്തിനു ഉപയോഗിക്കുന്ന, വെബ് പേജ് ക്രിയേറ്റ് ചെയ്യാൻ. ഫോർ എക്സാമ്പിൾ HTML വളരെ ബേസിക് ആയിട്ടുള്ള സാധനം. എന്താണ് HTML ഫുൾ ഫോം? ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. HTML ഫുൾ ഫോം എന്തുവാ? ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. അതായത് നമ്മുടെ വെബ് പേജുകൾ ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സാധനം, വെബ് പേജുകൾ ഡിസൈൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് ആണ് എന്ത്, HTML എന്ന് പറയുന്നത് കേട്ടോ. അതിന്റെ കൂടെ ഉപയോഗിക്കുന്ന കുറച്ച് സാധനങ്ങളാണ് എന്താ, PHP എന്ത് തന്നെ, വെബ് പേജ് ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ലാംഗ്വേജ്. PHP യുടെ ഉൾഫോം എന്താണെന്ന് ഓർത്തണം കേട്ടോ. എന്താണ്? ഹൈപ്പർ ടെക്സ്റ്റ് പ്രീ പ്രോസസർ. എന്താണ്? പ്രീ പ്രോസസർ എന്നതാണ് എന്തിന്റെ ഫുൾ ഫോം? ഈ പറയുന്ന PHP യുടെ ഫുൾ ഫോം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്നു അതിനകത്ത് സിങ്ക് ആവുന്നില്ലല്ലോ, കറക്റ്റ് ആവുന്നില്ലല്ലോ, അല്ലയോ? PHP ഇതാ ഇങ്ങനെ വരത്തില്ലല്ലോ ഒന്നില്ലയോ? കറക്റ്റായിട്ട് ഇപ്പോൾ ഇതിന്റെ ഫുൾ ഫോം ഇതാ കേട്ടോ. എന്നാൽ ഇതിന്റെ പഴയ ഒരു ഫുൾ ഫോം ഉണ്ടായിരുന്നു. പണ്ട് ഇതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ? പേഴ്സണൽ ഹോം പേജ് എന്നാ കേട്ടോ. പേഴ്സണൽ ഹോം പേജ്. അതുകൊണ്ടാണ് പേരെന്തോന്നത്, PHP എന്ന് കേട്ടോ. ആ PHP എന്ന് പേര് വരാൻ കാരണം പേഴ്സണൽ ഹോം പേജ് എന്നായിരുന്നു ഇതിന്റെ പഴയ ഫുൾ ഫോം. പക്ഷെ ഇപ്പം പേര് പറയുന്നത് ഹൈപ്പർ ടെക്സ്റ്റ് പ്രീ പ്രോസസ് എന്നാണ് ഇപ്പൊ അതിന്റെ പേര് കേട്ടോ. PHP എന്തിനു ഉപയോഗിക്കുന്നതാ? വെബ് പേജ് ക്രിയേറ്റ് ചെയ്യാൻ, നമ്മളെ വെബ്സൈറ്റുകളിൽ പേജ് ക്രിയേറ്റ് ചെയ്യാൻ എന്ത് ഉപയോഗിക്കുന്നത്? ഈ സാധനം. ഇനി എന്തുവാ? CSS ഇങ്ങോട്ട് മാറ്റി എഴുതാം. എന്തുവാ CSSന്റെ ഉൾഫോം? എന്തുവാ? കാസ്കേഡിങ് സ്റ്റൈൽ ഷീറ്റ്സ് കേട്ടോ. കാസ്കേഡിങ് സ്റ്റൈൽ ഷീറ്റ്സ് എന്നാണ് എന്തിന്റെ ഫുൾ ഫോം? ഈ പറയുന്ന CSSന്റെ ഫുൾ ഫോം. അതെന്താണ്? ഒരു ലാംഗ്വേജ് ആണ്, പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. എന്തിനു ഉപയോഗിക്കുന്നതാ? നമ്മൾ ഈ പറയുന്ന വെബ് പേജ് ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. വെബ് പേജ് ക്രിയേറ്റ് ഒരു പ്രത്യേകമുണ്ട്. വെബ് പേജുകളെ ആകർഷണീയമാക്കാൻ, അതായത് നമ്മൾ ഇന്ന് കാണുന്ന വെബ് പേജ് തന്നെ അറിയാം, നല്ല കളർ ഗ്രേഡിംഗ് ആണ്, ഇഷ്ടംപോലെ പടങ്ങളുണ്ട്, കാണുമ്പോൾ തന്നെ ഒരു ഭംഗിയാണ് കാണാലിയോ. അങ്ങനെ വെബ് പേജുകളെ ആകർഷണീയമാക്കാൻ ഉപയോഗിക്കുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് എന്തെന്ന് പറയുന്നത്, CSS എന്ന് പറയുന്നത്. എന്താണ്? കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ്സ്. അതായത് ഇൻട്രസ്റ്റിംഗ് ആക്കാൻ. ഇനി വെബ് പേജുകളെ ഇന്ററാക്റ്റീവ് ആക്കാൻ വെച്ചാൽ അറിയത്തില്ലയോ? നമ്മൾ PSCയുടെ സൈറ്റിലോട്ട് കയറുന്നു. സൈറ്റിൽ കയറുമ്പോൾ എന്താണ്, നമുക്ക് ആ സൈറ്റിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ കാണും? ടൈപ്പ് ചെയ്ത് കൊടുക്കാനൊക്കെ ഉള്ള ഓപ്ഷൻസ് കാണില്ലേ? നമുക്ക് ഇന്ററാക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കാണും. ഫോർ എക്സാമ്പിൾ PSCക്കകത്ത് കയറുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ക്വാളിഫിക്കേഷൻ കൊടുക്കാറുണ്ട്, ഇനി എവിടെയാണ് പരീക്ഷ വെക്കേണ്ടതെന്ന് കൊടുക്കാറുണ്ട്, എന്നിട്ട് നമ്മൾ ഓക്കെ അടിക്കാറുണ്ട്, ഇല്ലയോ? അത് നമ്മൾ ഇന്ററാക്ട് ചെയ്യുക. എന്നാൽ ചില സൈറ്റുകൾ കയറി നമുക്ക് അത് വായിച്ച് നോക്കാൻ മാത്രമേ പറ്റൂ, ഇന്ററാക്ട് ചെയ്യാൻ പറ്റില്ല. ജസ്റ്റ് സൈറ്റ് വായിച്ച് പോകുക, അല്ലയോ? ഇന്ററാക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സൈറ്റ് ഇന്ററാക്റ്റീവ് ആക്കി മാറ്റാൻ ഉപയോഗിക്കുന്ന മറ്റൊരു ലാംഗ്വേജ് ആണ് എന്തെന്ന് പറയുന്നത്, ജാവ എന്ന് പറയുന്നത്. എന്താണ്? ജാവ കേട്ടോ. സൈറ്റ് ഇന്ററാക്റ്റീവ് ആക്കാൻ ഉപയോഗിക്കുന്ന മറ്റൊരു ലാംഗ്വേജ് ആണ് ജാവ എന്ന് പറയുന്നത്. സോ ഓർത്തിരിക്കണം എന്തൊക്കെയാണ്? HTML ആവട്ടെ, PHP ആവട്ടെ, CSS ആവട്ടെ, ജാവ ആവട്ടെ, ഈ 4 ലാംഗ്വേജും എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്? വെബ് പേജ് ക്രിയേറ്റ് ചെയ്യാനാണ്. ഓർത്തിരിക്കുക, വെബ് പേജ്. ഇനി അല്ലാതെ ഉപയോഗിക്കുന്ന ഒരെണ്ണമാണ് എന്ത്? കൊബോൾ. അത് കൂടാതെ കുറെ ഉണ്ട്. എന്താ? C ഉണ്ട്. C അല്ലാതെ ഉപയോഗിക്കുന്നതാ CPP ഉണ്ട്, അല്ലെങ്കിൽ C++ ഉണ്ട്, പൈത്തൺ ഉണ്ട്, ഇല്ലയോ? പൈത്തൺ ഉണ്ട്. അതേണക്കുള്ള കുറെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉണ്ട്, ഇല്ലയോ? ഇതെല്ലാം എന്തിനു ഉപയോഗിക്കുന്ന? ഇതെല്ലാം അല്ലാത്ത കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന. അതൊന്നും എന്താ വെബ് പേജ് ക്രിയേറ്റിന് ഉപയോഗിക്കുന്നതല്ല. വെബ് പേജ് ക്രിയേറ്റ് ഉപയോഗിക്കുന്ന HTML, PHP, CSS, ജാവ, ഈ ലാംഗ്വേജ് ആണ് എന്ത്? വെബ് പേജുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പം ആ ഡിഫറൻസ് അറിഞ്ഞിരിക്കണം കേട്ടോ. അപ്പൊ നമ്മുടെ ഉത്തരം ഏതാണ് തരാം? കൊബോൾ ആണ് നമ്മുടെ ഉത്തരം. കാരണം എന്താ? ബാക്കിയെല്ലാം വെബ് പേജ് ക്രിയേറ്റ് ചെയ്യാൻ, വെബ് പേജ് ക്രിയേറ്റ് ചെയ്യാത്ത ഏതാ? കൊബോൾ ആണ്. അപ്പൊ നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇത് ചോദ്യം OFC എന്നതിന്റെ പൂർണ്ണ രൂപം. OFC ഇല്ലയോ? ഇനി പരീക്ഷ PSCക്ക് ചോദിക്കാറുള്ള മറ്റൊരു ചോദ്യമാണ് എന്ത്? ഫുൾ ഫോമുകൾ എഴുതുക, അല്ലേ? കുറേ ഫുൾ ഫോം മിക്കവാറും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്തുവാ? OFC ഉണ്ട്. ഒരു ചോദ്യം ഞാൻ പറയാം, അത് പറഞ്ഞുതരാം. ഒരെണ്ണം ചോദിക്കാറുണ്ട്. OFC ഫുൾ ഫോം എന്തുവാ? ഇതാണ്ട് OFC. ഞാൻ ഡയറക്റ്റ് അങ്ങ് പറയാം, എല്ലാവർക്കും അറിയായിരിക്കും. OFC എന്തുവാ? ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ കേട്ടോ. എന്താണ്? ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ എന്നാട്ടോ. ഓപ്ഷൻ ഏതാ? ആദ്യം ഒപ്റ്റിക്കൽ ഫൈൻ കേബിൾ, ഒപ്റ്റിക് ഫൈബർ കേബിൾ, ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ, ഒപ്റ്റിക്കൽ ഫൈബർ കണക്ഷൻ. ഏതാ ഉത്തരം? ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ. C ആണ് ഓപ്ഷൻ കേട്ടോ. ഫുൾ ഫോമുകൾ കൃത്യമായിട്ട് പഠിക്കുക. അവർ PSC ഇപ്പം പറയുന്ന ഒരു പരിപാടിയാണ്. ആദ്യം പണ്ട് കറക്റ്റായിട്ടുള്ള വാക്കുകൾ മാറ്റി കൊടുക്കുമായിരുന്നു. ഇപ്പം എന്തുവാ? ഒരു സാധനത്തിന്റെ തന്നെ പേരുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി. ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞില്ലയോ, ഒപ്റ്റിക്കൽ ഫൈബർ കേബിളും ഒപ്റ്റിക് ഫൈബർ കേബിളും രണ്ടും ഒരേ കണക്ക് ഇരിക്കും, അല്ലയോ? അങ്ങനെ കൺഫ്യൂസ് ചെയ്ത് എന്ത് ചെയ്യാം? ഓപ്ഷനുകൾ അവർ ഇടാൻ പറ്റും. അപ്പം കൃത്യമായിട്ട് എന്താണ് അതിന്റെ ഫുൾ ഫോം എന്ന് പഠിക്കുക. ഇപ്പൊ സ്ഥിരമായിട്ട് വയ്ക്കുന്ന വേറെ സാധനമാണല്ലോ ഒപ്റ്റിക്കൽ ഫൈബർ. എന്താണെന്ന് അറിയാമല്ലോ? നമ്മുടെ സിഗ്നൽസുകൾ കണക്ട് ചെയ്ത് വിടാൻ ഉപയോഗിക്കുന്ന ഒരു കേബിൾ ആണെന്ന് പറയുന്നത് ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ. ഇതിനകത്തുള്ള ലൈറ്റ് സിഗ്നലുകളായിട്ടായിരിക്കും നമ്മൾ ഡേറ്റയെ കടത്തി വിടുന്നത്, സിഗ്നലുകളെ കടത്തി വിടുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേകം എന്തുവാ? വളരെ ഫാസ്റ്റ് ആയിട്ട് ഡേറ്റ എന്ത് ചെയ്യും? കടന്നു പോകും. ഓക്കെ, ഇനി ഒരു കാര്യമുണ്ട്. എന്തുവാ? ഈ പറയുന്ന ഏതാ? ഇപ്പൊ സ്ഥിരം ചോദിക്കാറ് ചോദ്യമാണ് എന്താ? ചാറ്റ് GPTയുടെ ഫുൾ ഫോം കേട്ടോ. മിക്കവാറും ചോദിക്കുന്നത് ചാറ്റ് GPTയുടെ ഫുൾ ഫോം. എന്തോ ചാറ്റ് GPT ഫുൾ ഫോം കൃത്യമായിട്ട് കേട്ടോ. എന്തുവാ? ഒന്ന് ചാറ്റ് അവിടെ കിടന്നോട്ടല്ലേ. ചാറ്റ് GPT എന്തുവാ? ചാറ്റ് ജനറേറ്റീവ് കേട്ടോ. ജനറേറ്റീവ് കേട്ടോ. ഓരോ സ്പെല്ലിംഗ് കറക്റ്റായിട്ട് പഠിക്കണം കേട്ടോ. ചാറ്റ് ജനറേറ്റീവ് പ്രീ ട്രെയിൻഡ് കേട്ടോ. എന്താണ്? പ്രീ ട്രെയിൻഡ് ട്രാൻസ്ഫോമർ കേട്ടോ. പ്രീ ട്രെയിൻഡ് ട്രാൻസ്ഫോമർ
എന്നതാണ് എന്തിൻ്റെ ഫുൾ ഫോം? ചാറ്റ് GPT ഫുൾ ഫോം കേട്ടോ. ഇതാണ് ചാറ്റ് ജനറേറ്റീവ് പ്രീ ട്രെയിൻഡ് ട്രാൻസ്ഫോമർ. എന്തിനാണ് ഉപയോഗിക്കുന്നത് ചാറ്റ് GPT? അറിയാലോ, നമുക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു AI ജനറേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ AI ഉപയോഗിക്കുന്ന ഒരു ചാറ്റ് ബോട്ട് ആണ് എന്തെന്ന് പറയുന്നത് ചാറ്റ് GPT. എന്തും ചോദിക്കാം. അപ്പോൾ അറിയാലോ, പിള്ളേരെല്ലാം ചോദിക്കുന്നതിനകത്താ ചാറ്റ് GPTക്കകത്താ. എന്ത് സംശയം വന്നാൽ നമ്മൾ ചോദിക്കുന്നതിനകത്താ ഈ പറയുന്ന ചാറ്റ് GPTയിലോട്ടാണ്. അപ്പോൾ അതിന് ഉപയോഗിക്കുന്ന സാധനമാണ് എന്തെന്ന് പറയുന്നത് ഈ ചാറ്റ് GPT. അപ്പോൾ ഇങ്ങനെയുള്ള ഫുൾ ഫോമുകൾ എന്ത് ചെയ്യും ചോദിക്കും. ഉദാഹരണം USB എന്തോ യൂണിവേഴ്സൽ സീരിയൽ ബസ്, USB ഫുൾ ഫോം ചോദിക്കാം. VGA എന്തോ വീഡിയോ ഗ്രാഫിക്സ് അരേ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യും ഫുൾ ഫോമുകൾ ചോദിക്കാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാം, ഫുൾ ഫോമുകൾ പഠിപ്പിക്കുന്നതിന് അല്ലെങ്കിൽ ഫുൾ ഫോമുകൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു ക്ലാസ് എന്ത് ചെയ്യാം ഇനി ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പം അതിനകത്തൂടെ നമുക്ക് എന്ത് ചെയ്യാം മിക്കവാറുള്ള എല്ലാത്തിൻ്റെ ഫുൾ ഫോം നമുക്ക് പഠിക്കാം. ഓക്കെ, അതിനുവേണ്ടി ഞാൻ ഒരു ക്ലാസ്സും ഇനി ചെയ്യുന്നതായിരിക്കും. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നീങ്ങാം. ഓക്കെ, എന്താണ് പ്രശസ്ത സ്ഥാപനങ്ങളുടെ പേരിൽ വ്യാജവിലാസത്തിൽ ഇമെയിലുകൾ അയക്കുന്ന പ്രവൃത്തിയുടെ പേര്? അതായത് പ്രശസ്തമായിട്ടുള്ള സ്ഥാപനങ്ങളുടെ പേരിൽ ഇല്ലയോ, വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങളുടെ പേര്. ഉദാഹരണത്തിന് സർക്കാർ ഏതെങ്കിലും സ്ഥാപനം, ഉദാഹരണത്തിന് നമ്മുടെ MVDയുടെ പേര് ഇല്ലയോ, മോട്ടോർ വെഹിക്കിളിൻ്റെ പേര് എനിക്കൊരു ലെറ്റർ വരും. എന്തുവാ, എൻ്റെ വണ്ടി എവിടെയോ ഒന്ന് തട്ടിയിട്ടുണ്ട്, അപ്പോൾ ആ തട്ടിയതിൻ്റെ പേരിൽ എന്തുണ്ട് ഈ പറയുന്ന എനിക്കൊരു ചലാൻ ഇല്ലയോ, ഒരു ചലാൻ വന്നിട്ടുണ്ട്, അപ്പോൾ നിങ്ങളത് അടയ്ക്കണം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും, ഒരു ലിങ്ക് വരുന്നു. ഞാൻ എന്ത് ചെയ്യും, എൻ്റെ മണ്ഡലത്തിൽ തന്നെ ഞാൻ കയറി ഓപ്പൺ ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് അവരയച്ചായിരിക്കത്തില്ല. എന്തായിരിക്കും, എന്തെങ്കിലും ഒരു വൈറസ് ഉൾക്കൊള്ളുന്ന ഒരു ലിങ്ക് ആയിരിക്കും, അല്ല എൻ്റെ ഫോണിലേക്ക് കടന്നുകൂടാൻ പറ്റുന്ന ഒരു ലിങ്ക് ആയിരിക്കും അവർ അയച്ചേക്കുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഞെക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, എൻ്റെ ഫോണിലേക്ക് കയറുകയും എൻ്റെ ഫോണിലെ എല്ലാ കാര്യങ്ങളും അയാൾക്ക് കിട്ടുകയും ചെയ്യും. ഓക്കെ, അപ്പം അങ്ങനെയുള്ള റെപ്യൂട്ടഡ് ആയിട്ടുള്ള കമ്പനിയുടെ പേരിൽ വ്യാജവിലാസങ്ങളിൽ ഇമെയിൽ അയക്കുന്നതിൻ്റെ പേരെന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഫിഷിംഗ് ഉണ്ട്, സ്പാമിംഗ് ഉണ്ട്, സ്പൂഫിംഗ് ഉണ്ട്, ഇമെയിൽ ബോംബിംഗ് ഉണ്ട്. ഒന്ന് അറിയേണ്ട ഒരു കാര്യം, ഇത് നാലും എന്തുമായിട്ട് ബന്ധപ്പെട്ട ഇമെയിലുമായി ബന്ധപ്പെട്ട എന്താണ് പരിപാടികളാണ്, അല്ലെ ഇമെയിലുമായി ബന്ധപ്പെട്ട ക്രൈമുകളാണ് എന്ത് ഈ നാലെണ്ണം. അപ്പം സ്പൂഫിംഗ് ആണോ, സ്പാമിംഗ് ആണോ, ഫിഷിംഗ് ആണോ, ഇമെയിൽ ബോംബിംഗ് ആണോ? ഉത്തരം ഞാൻ പറയട്ടെ, ഉത്തരം ഏതാ? ഇതിനകത്ത് ഉത്തരം ഫിഷിംഗ് ആട്ടോ. ഉത്തരം എന്തുവാ? ഫിഷിംഗ്. ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം കേട്ടോ. എല്ലാം ഒരേ കണക്കിരിക്കും. ഓപ്ഷൻ്റെ ഞാൻ ഉത്തരം പറഞ്ഞു തരുമ്പോഴത്തേക്ക് എല്ലാം ഏകദേശം ഒരേ കണക്കിരിക്കും. അത് ക്ലാരിറ്റിയോട് പഠിക്കണം. ഫിഷിംഗ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പറഞ്ഞതുവാ, റെപ്യൂട്ടഡ് ആയിട്ടുള്ള പ്രശസ്തമായ സ്ഥാപനങ്ങളുടെ പേരിൽ നിങ്ങൾക്ക് ഒരു ഇമെയിൽ അയക്കുന്നതിന് വിളിക്കുന്ന പേരാണ് എന്ത്, ഫിഷ്. നമ്മൾ അതിനകത്ത് മനഃപൂർവ്വം, അതായത് നമ്മൾ ആ ഒരു ചതി പെടണം എന്നുള്ള എന്താണ് വലിയ ഇന്റൻഷനോടെ നമ്മുടെ പുറകെ വരുന്നതാണ് എന്ത് വിളിക്കുന്നത് ഈ പറഞ്ഞ ഫിഷിംഗ് എന്ന് പറയുന്നത്. ഇനി സ്പാമിംഗ് എന്താണെന്ന് ചോദിച്ചാൽ അൺവാണ്ടഡ് അതായത് അനാവശ്യമായിട്ടുള്ള ഇമെയിലുകൾ നമുക്ക് അയക്കുന്നതിനെ വിളിക്കുന്ന പേരാണെന്ത്, സ്പാമിംഗ് ഇല്ലയോ. അനാവശ്യമായിട്ടുള്ള ഇമെയിൽ അയക്കുന്ന ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് സ്പാമിംഗ്. എനിക്കെന്തുവാ ചുമ്മാതെ ഇമെയിൽ അയച്ചുകൊണ്ടിരിക്കുക ഇല്ലയോ, വെറുതെ ചുമ്മാ ഇമെയിൽ അയച്ചുകൊണ്ടിരിക്കുക, ഒരു കാര്യമില്ല, ഒരു പ്രയോജനമില്ലാതെ എന്ത് ചെയ്യുന്നു, ഇമെയിൽ അയച്ചുകൊണ്ടിരിക്കുന്നു. ഇനി സ്പൂഫിംഗ് എന്താണെന്ന് വെച്ചാൽ കള്ള അഡ്രസ്സിൽ കേട്ടോ, എന്താണ് കള്ള അഡ്രസ്സിൽ ഇമെയിൽ അയക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് എന്ത്, സ്പൂഫിംഗ്. അപ്പോൾ നിങ്ങൾ പറയാം ഇല്ലയോ ഫിഷിംഗ് അതില്ലയോ സാറേ, ഇതും അതില്ലയോ എന്ന് വ്യത്യാസമുണ്ട്. എന്തോ ഫിഷിംഗ് എന്ന് വെച്ചാൽ വളരെ പ്രശസ്തമായ സ്ഥാപനങ്ങൾ പേരിൽ, ഇപ്പോൾ സർക്കാർ സ്ഥാപനങ്ങൾ അങ്ങനെയൊക്കെ അയക്കുന്നതിനാണ് എന്തോ ഫിഷിംഗ് എന്ന് വിളിക്കുന്നത്. വെച്ചാൽ അത് നമ്മൾ മനഃപൂർവ്വം നമ്മളത് കയറി പോകും, അങ്ങനത്തെ രീതിയിൽ അയക്കുന്നതിനാണ് എന്താ ഫിഷിംഗ് എന്ന് വിളിക്കുന്നത്. സ്പൂഫിംഗ് അങ്ങനെയല്ല. ഇപ്പോൾ എൻ്റെ പേരിൽ ഇല്ലയോ ഞാനാണെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് മെസ്സേജ് അയക്കുന്നു, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പരിചയമുള്ള ആളുടെ പേരിൽ എന്ത് ചെയ്യുന്നു എനിക്ക് മെസ്സേജ് അയക്കുന്നു. വെച്ചാൽ അവിടെ കുറച്ചും കൂടെ എന്താ പ്രശസ്തി അല്ല വരുന്നത്, എന്താണ് കള്ള വിലാസത്തിൽ ഇമെയിൽ അയക്കുക, അതിനാണ് എന്ത് വിളിക്കുന്നത്, സ്പൂഫിംഗ്. ഇനി പ്രശസ്തമായി എന്ന് ചോദിക്കുകയാണെങ്കിൽ എന്ത് തന്നെയാണ് ഉത്തരം, ഫിഷിംഗ് ആണ് കേട്ടോ. അപ്പോൾ എടുത്ത് ചോദിക്കുക അവിടെ, ഇത് സാധാരണ ഒരു കള്ള അഡ്രസ്സിൽ ഇത് അയക്കുമെന്ന് ചോദിച്ചാൽ എന്താണ്, സ്പൂഫിംഗ് ആണ് ആൻസർ. ഇത് രണ്ട് ഓപ്ഷനുകൾ ഒരുമിച്ച് വരത്തില്ല കേട്ടോ. ഓക്കെ, ഇനി ഇമെയിൽ ബോംബിംഗ് എന്താണെന്ന് ചോദിച്ചാൽ തുരുതുര ഒരു ഇമെയിൽ അഡ്രസ്സിലേക്ക് എന്ത് ചെയ്യുന്നു, മെസ്സേജ് അയക്കുന്നില്ലയോ, ഇങ്ങനെ ചറവറ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന മെസ്സേജ് ഒന്നും ഇല്ലല്ലോ, ഇഷ്ടംപോലെ മെസ്സേജുകൾ എന്തോ ഇങ്ങനെ ചറവറ അയച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനെയാണ് എന്ത് വിളിക്കുന്നത്, ഇമെയിൽ ബോംബിംഗ് എന്ന് വിളിക്കുന്നത്. എന്ത് വിളിക്കും, ഇമെയിൽ ബോംബിംഗ് എന്ന് വിളിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പോൾ ഉത്തരം എന്തോടെ, ഫിഷിംഗ്. ഇതെല്ലാം എന്തുമായി ബന്ധപ്പെട്ടതാ, ഇതെല്ലാം സൈബർ ക്രൈമുകളാ അല്ലയോ, സൈബർ ക്രൈമുകളാ. ഇതിനകത്ത് വരുന്ന കുറച്ച് സൈബർ ക്രൈമുകൾ വേണമെങ്കിൽ പറയാം. എന്തുവാ, ഹാക്കിങ്. എന്തോ ഹാക്കിംഗ് എന്ന് വെച്ചാൽ അനാവശ്യമായിട്ട് എൻ്റെ കമ്പ്യൂട്ടറിലേക്ക് നുഴഞ്ഞു കയറി, എൻ്റെ അനുഭവമില്ലാതെ നുഴഞ്ഞു കയറി എൻ്റെ കമ്പ്യൂട്ടറെ നശിപ്പിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്ന ആക്ടിനെ വിളിക്കുന്ന പേരാണെന്ത്, ഹാക്കിംഗ് എന്ന് വിളിക്കാറുണ്ട്. ഇത് വിളിക്കും ഹാക്കിംഗ് എന്ന്. ഹാക്കിംഗ് 3 തരമുണ്ട് കേട്ടോ, ജസ്റ്റ് പറയുമ്പോൾ നമ്മൾ പറഞ്ഞേക്കാം. ഹാക്കിംഗ് 3 തരമുണ്ട്. ഏതൊക്കെയാ? ഒന്ന് വൈറ്റ് ഹാറ്റ് ഹാക്കിംഗ്, 2 ബ്ലാക്ക് ഹാറ്റ് ഹാക്കിംഗ്, 3 ഗ്രേ ഹാറ്റ് ഹാക്കിംഗ്. അപ്പോൾ ഹാക്കിംഗ് തന്നെ 3 തരമുണ്ട്. വൈറ്റ് ഹാറ്റ് ഹാക്കിംഗ് ഉണ്ട്, ബ്ലാക്ക് ഹാറ്റ് ഉണ്ട്, ഗ്രേ ഹാറ്റ് ഉണ്ട്. എന്താണ് വൈറ്റ് ഹാറ്റ് ഹാക്കിംഗ്? വൈറ്റ് ഹാറ്റ് ഹാക്കിംഗ് എന്ന് വെച്ചാൽ നമ്മുടെ അതിനെ എത്തിക്കൽ ഹാക്കിംഗ് എന്ന് വിളിക്കാറുണ്ട്. അയ്യോ, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യുക, ഹാക്കിംഗ് നടത്തുക. അപ്പോൾ വൈറ്റ് ഹാറ്റ് ഹാക്കിംഗ് എന്ന് വെച്ചാൽ എൻ്റെ കമ്പ്യൂട്ടറിലേക്ക് കയറുന്നു, നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും കയറുന്നത്. കയറിയിട്ട് എന്ത് ചെയ്യുന്നു, കമ്പ്യൂട്ടറിനകത്തുള്ള ഡേറ്റകളൊന്നും നശിപ്പിക്കുന്നൊന്നുമില്ല, പുള്ളി കയറിയിട്ട് അങ്ങ് പോകുന്നു. ഇനി ഇതൊക്കെ നമ്മൾ കേസ് അന്വേഷണമായിട്ട് ബന്ധപ്പെട്ട് ഇല്ലയോ, പോലീസുകാരൊക്കെ കയറുന്നതിന് നമ്മൾ വൈറ്റ് ഹാറ്റ് ഹാക്കിംഗ് എന്നാണ് പറയുന്നത്.
ഇനി അടുത്ത ബ്ലാക്ക് ഹാറ്റ് ഹാക്കിംഗ് ഉണ്ട്. എന്തുവാ? നമ്മുടെ കമ്പ്യൂട്ടറിനെ നശിപ്പിക്കണം, നമ്മളെ ദ്രോഹം ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോട് കൂടി എന്ത് ചെയ്യുന്നു, ഈ കമ്പ്യൂട്ടറിലേക്ക് നുഴഞ്ഞു കയറുകയും കമ്പ്യൂട്ടറിന്റെ കാര്യങ്ങളെല്ലാം നശിപ്പിക്കുകയും ചെയ്യുന്നത്. അതാണ് എന്ത്? ബ്ലാക്ക് ഹാറ്റ്. അതിനെ നമ്മൾ സൈബർ ക്രൈം എന്നാണ് വിളിക്കുന്നത്. ഇനി ഗ്രേ ഹാറ്റിംഗ് ഉണ്ട്. രണ്ടിന്റെ ഇടയിൽ നിൽക്കുന്നതാണ് എന്താ? ദോഷത്തിനാണോ അല്ല, എന്നാൽ നല്ല കാര്യത്തിനാണോ അല്ല, അത് രീതിയിൽ കയറുന്ന ഹാക്കിങ്ങിനെ വിളിക്കുന്നവരാണ് ഗ്രേ ഹാറ്റ് ഹാക്കിംഗ്. ഇത് അങ്ങനെ കോമൺ ആയിട്ടുള്ള സാധനമല്ല കേട്ടോ. കോമൺ ആയിട്ട് വരുന്ന ഏതാ? വൈറ്റും ബ്ലാക്കും ആണ്. അപ്പൊ ഹാക്കിംഗ് ഒരു കുറ്റകൃത്യമാണ്. ഇനി അതേപോലെ മറ്റൊരു സാധനമാണ് ഐഡന്റിറ്റി തെഫ്റ്റ്. ഐഡന്റിറ്റി തെഫ്റ്റ് അതായത് നമ്മുടെ ഐഡന്റിറ്റി മോഷ്ടിക്കുക, അല്ലയോ? എന്നുവെച്ചാൽ എൻ്റെ ATM കാർഡ് ഉപയോഗിക്കുക, എൻ്റെ ഐഡന്റിറ്റി, എൻ്റെ പാസ്വേഡും കാര്യങ്ങളും ഉപയോഗിച്ച് എൻ്റെ അഡ്രസ്സിൽ കയറുക, എൻ്റെ അക്കൗണ്ടിൽ കയറുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണെന്ത്? ഐഡന്റിറ്റി തെഫ്റ്റ്. അപ്പൊ അതും ഒരു സൈബർ ക്രൈമാണ് കേട്ടോ. അപ്പൊ ഇതെല്ലാം എന്താണ്? സൈബർ ക്രൈമുകളുടെ കൂട്ടത്തിൽ വരുന്ന കുറച്ച് കാര്യങ്ങളാണ്. അതെ, ഓർത്തിരിക്കുക. ഓക്കെ, ഇനി അടുത്ത താഴെ പറയുന്നവയിൽ ഏതാണ് ബയോമെട്രിക്കൽ തിരിച്ചറിയൽ രീതി അല്ലാത്തത്? അല്ലയോ? താഴെ പറയുന്നതിൽ ഏതാണ് ബയോമെട്രിക്കൽ തിരിച്ചറിയൽ രീതി അല്ലാത്തത് ഏതെന്നാ ചോദിച്ചേക്കുന്നത്? ബയോമെട്രിക്കൽ തിരിച്ചറിയൽ രീതി അല്ലാത്ത ഏതാണ്? ഏതായിരിക്കും ഇവിടെ അല്ലാത്തത്? ബയോമെട്രിക് തിരിച്ചറിയൽ രീതി. എന്തോ ബയോമെട്രിക്കൽ തിരിച്ചറിയൽ രീതി എന്ന് പറയുന്നത്? എന്താണ് ബയോമെട്രിക്കൽ തിരിച്ചറിയൽ രീതി? അതായത് ഒരു മനുഷ്യ ശരീരവുമായി ബന്ധപ്പെട്ട് ബയോമെട്രിക്കലായിട്ടോ ബയോളജിക്കലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, ഇല്ലയോ? അതിനെ ഒരു ഐഡന്റിഫിക്കേഷൻ മാർക്കായിട്ട് ഉപയോഗിക്കുന്ന രീതിയെ വിളിക്കുന്ന പേരാണെന്ത്? ബയോമെട്രിക്സ്. നിങ്ങൾക്ക് അറിയത്തില്ല നമ്മുടെ വിരലടയാളം എന്തുവാ? ബയോമെട്രിക്സാ. അറിയത്തില്ലയോ? വിരലടയാളം നമ്മുടെ ഫേസ്, ഇല്ലയോ? നമ്മുടെ മൊബൈൽ ഫോണൊക്കെ നമ്മൾ ഓപ്പൺ ചെയ്യാൻ ഉപയോഗിക്കുന്നത് എന്തോ? നമ്മുടെ ബയോമെട്രിക് ആയിട്ടുള്ള വിരലടയാളം, ഇല്ലയോ? അല്ലെങ്കിൽ നമ്മുടെ ഫേസ് ഉപയോഗിക്കാറുണ്ട്, ഇല്ലയോ? ഇത് രണ്ടും എന്തോ നമ്മൾ അവിടെ ഫോൺ ലോക്ക് ചെയ്യാനുള്ള ഒരു ഉപാധിയായിട്ട് ഉപയോഗിക്കുന്നത്. ഇതിനെയൊക്കെ നമ്മൾ വിളിക്കുന്നത് എന്തുവാ? ബയോമെട്രിക് എന്ന. അപ്പോൾ ബയോമെട്രിക് അല്ലാത്ത ഏതാണെന്ന് വെച്ചിരിക്കുന്നത്? ഒന്നാമത് ടെമ്പറേച്ചർ അല്ലെങ്കിൽ താപനില, ഐറിസ്. ഐറിസ് എന്ന് വെച്ചാൽ കണ്ണിന്റെ ഐറിസിനെയാണ് വിളിക്കുന്നത്. ഐറിസ് അല്ലേ, കണ്ണിന്റെ അകത്തുള്ള പാറ്റേൺ ആണ് ഐറിസ്. വിരലടയാളം, പേര്. ഇതിൽ ഏതായിരിക്കട്ടെ? ഇപ്പൊ തന്നെ നിങ്ങൾക്ക് കിട്ടിക്കാണും. എന്തുവാ? പേര്. അതായത് പേരൊരിക്കലും ഒരു ബയോമെട്രിക് അല്ല. എൻ്റെ പേര് ഇപ്പോൾ ഇന്നതാണ്, എൻ്റെ പേര് ഇപ്പോൾ ശരത്ത് എന്നാ, അല്ലയോ? എൻ്റെ പേര് ശരത്ത. അപ്പോൾ വേറെ ആളുടെ പേര് വേറൊരു പേരായിരിക്കും. അതൊരിക്കലും ഒരു ഐഡന്റിഫിക്കേഷൻ അല്ല. ബയോളജിക്കലായിട്ടൊരു ഐഡന്റിഫിക്കേഷൻ ആണോ? എൻ്റെ എന്തെങ്കിലും പ്രത്യേകത കൊണ്ടാണോ എൻ്റെ പേര് ശരത്ത് എന്നായത്? അല്ല. പക്ഷെ ടെമ്പറേച്ചർ, താപനില എൻ്റെ പ്രത്യേകത, എൻ്റെ ശരീരത്തിന്റെ ഒരു പ്രത്യേകത. താപനില, എൻ്റെ ടെമ്പറേച്ചർ എത്ര ആയിരിക്കും അറിയാലോ? 37 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും എൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്, ഇല്ലേ? 37 ഡിഗ്രിയാണ് എൻ്റെ ടെമ്പറേച്ചർ, ഡിഗ്രി സെൽഷ്യസ്. ഫാരൻഹീറ്റ് ആകുമ്പോൾ എന്തായിട്ട് മാറും? 98.6 ഡിഗ്രി ഫാരൻഹീറ്റ് ആവും. ഇതാണ് എൻ്റെ ശരീരം. എൻ്റെ അല്ല, എല്ലാ മനുഷ്യ ശരീരത്തിന്റെ ടെമ്പറേച്ചർ എന്തുവാ? ഈ ടെമ്പറേച്ചറാണ്. ഇത് എൻ്റെ ഒരു ശരീരത്തിന്റെ പ്രത്യേകതയില്ലേ? എൻ്റെ ഒരു ബയോളജിക്കലായിട്ടുള്ള പ്രത്യേകതയില്ലയോ? അപ്പോൾ അതിനെ ബയോമെട്രിക് എന്ന് വിളിക്കും. ഇനി ഐറിസ്, കണ്ണിൻ്റെത്, അതും എൻ്റെ ബയോളജിക്കലായിട്ടൊരു പ്രത്യേകതയാണ്. ഫിംഗർ പ്രിന്റ്, ഇല്ലേ? ഇതൊക്കെ എന്തുവാ? ബയോളജിക്കലായിട്ടുള്ള പ്രത്യേകത. അതിനെയാണ് ബയോമെട്രിക് എന്ന് പറയുന്നത്. അപ്പോൾ ബയോമെട്രിക് അല്ലാത്ത ഏതാ? പേരൊന്നും ബയോമെട്രിക് അല്ല, അല്ലയോ? നെയിം ഒരിക്കലും, നെയിം, അഡ്രസ്സ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ബയോമെട്രിക് ആയിട്ട് വരുമോ? ബയോളജിക്കലായിട്ട് പ്രത്യേകതയാണോ? അല്ല. സോ ഉത്തരം എന്താണ്? പേരാണ്. അപ്പം ബയോമെട്രിക് എന്താണെന്ന് ഓർത്തിരിക്കാൻ എക്സാമ്പിളുകളും കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചേക്കുക. അടുത്ത ഏതാ ചോദ്യം? ഇനി പറയുന്നവയിൽ ഏതാണ് ശരി? താഴെ പറയുന്നതിൽ ശരിയായിട്ടുള്ള സാധനം എന്ത് ചെയ്യുക? കണ്ടെത്തുക. എന്ത് ചോദ്യം? ഒന്ന്, ഏറ്റവും ചെറിയ വസ്തുവിനെ വ്യക്തമായി നിരീക്ഷിക്കാനുള്ള സെൻസറിന്റെ ശേഷിയെ പിക്സൽ എന്ന് വിളിക്കുന്നു. പിക്സലുമായി ബന്ധപ്പെട്ട ചോദ്യം അല്ലേ? എന്ത് പിക്സൽ? അല്ലെങ്കിൽ സ്ക്രീനിന്റെ റെസൊല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യം കേട്ടോ. സ്ക്രീൻ റെസൊല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട, സ്ക്രീനിന്റെ ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം. അപ്പം മോണിറ്ററുമായിട്ട് ബന്ധപ്പെട്ട ഭാഗം കേട്ടോ. മോണിറ്റർ എന്തുവാ? ഒരു ഔട്ട്പുട്ട് ഡിവൈസ് ആണ് എന്തെന്ന് പറയുന്നത്? മോണിറ്റർ എന്ന് പറയുന്നത്. സോ അതുമായി ബന്ധപ്പെട്ട കാര്യമാണ് എന്തെന്ന് പറയുന്നത് ഇവിടെ ഈ മെൻഷൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഒന്നത്തെ എന്താണ് ഓപ്ഷൻ? ഏറ്റവും ചെറിയ വസ്തുവിനെ വ്യക്തമായി നിരീക്ഷിക്കാനുള്ള സെൻസറിന്റെ ശേഷിയെ പിക്സൽ എന്ന് വിളിക്കുന്നു. സെൻസർ എന്തുവാ? സെൻസർ എന്ന് വെച്ചാൽ നമ്മുടെ സ്ക്രീൻ, ഇപ്പൊ ഈ കാണുന്ന ബോർഡ് ഉണ്ടല്ലോ, ഈ ബോർഡിന്റെ ഒരു പ്രത്യേകത സെൻസർ. ആ സെൻസറാണ് എന്ത് ചെയ്യുന്നത്? സെൻസ് ചെയ്യുന്നത് സ്ക്രീനെ, ഇമേജിനെ കേട്ടോ. അപ്പൊ ആ സെൻസറിന്റെ ഒരു പ്രത്യേകതയാണ് ഏറ്റവും ചെറിയ വസ്തുവിനെ വ്യക്തമായി നിരീക്ഷിക്കാനുള്ള സെൻസറിന്റെ ശേഷിയെ പിക്സൽ എന്ന് വിളിക്കുന്നു. ആണോ? അല്ല കേട്ടോ. അതിനെ പിക്സൽ എന്നല്ല വിളിക്കുന്നത്. അതിനെ വിളിക്കുന്ന പേര് റെസൊല്യൂഷൻ കേട്ടോ. എന്താണ്? റെസൊല്യൂഷൻ. സ്ക്രീനിന്റെ റെസൊല്യൂഷൻ ആണ് എന്തെന്ന് പറയുന്നത്? ഏറ്റവും ചെറിയ എലമെന്റിനെ പോലും കണ്ടെത്താനുള്ള, ഏറ്റവും ചെറിയ എലമെന്റിനെ പോലും ക്ലിയർ ആയിട്ട് മിഴിവോട് നിങ്ങളെ കാണിക്കാനുള്ള ആ സെൻസറിന്റെ കപ്പാസിറ്റി വിളിക്കുന്നവർ റെസൊല്യൂഷൻ എന്നാ. ഒരിക്കലും പിക്സൽ എന്നല്ല വിളിക്കുന്നത്. പിക്സൽ എന്ന് വെച്ചാൽ അതിനകത്തുള്ള ഒരു സാധനമാണ്. അപ്പം ആ ഒരു റെസൊല്യൂഷൻ, ഏറ്റവും ചെറിയ സാധനം പോലും ക്ലിയർ ആയിട്ട് കാണിക്കാനുള്ള ആ സെൻസറിന്റെ പ്രത്യേകത വിളിക്കുന്നവരാണെന്ത്? റെസൊല്യൂഷൻ എന്ന് വിളിക്കും. സോ ഇതെന്താണ്? തെറ്റാണ്. ഓക്കെ, ഇനി പിക്ചർ എലമെന്റിന്റെ ചുരുക്കപ്പേരാണ് പിക്സൽ. കറക്റ്റാ ഇല്ലയോ? എന്തോ പിക്സൽ എന്ന് ഓൾറെഡി ഞാൻ പറയാം. പിക്സൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു സ്ക്രീനിൽ കാണുന്ന ഏറ്റവും ചെറിയ എലമെന്റിനെ വിളിക്കുന്ന പേരാണെന്ത്? ഏറ്റവും ചെറിയ എലമെന്റിനെ വിളിക്കുന്ന പേരാണെന്ത്? പിക്സൽ കേട്ടോ. എന്തോ പിക്സല്? നമ്മുടെ സ്ക്രീനിൽ കാണുന്ന ഏറ്റവും ചെറിയ എലമെന്റ്. അതായത് സ്ക്രീൻ, ഇവിടെ സ്ക്രീൻ ഉണ്ടല്ലോ, ഇതിനകത്ത് ഓരോ കുഞ്ഞു എലമെന്റ് ഉണ്ടല്ലോ. ആ കുഞ്ഞു എലമെന്റുകൾ ചേർന്നാണ് ഈ വലിയ സ്ക്രീൻ ഉണ്ടായിരിക്കുന്നത്, അല്ലയോ? അതിന് ഏറ്റവും ചെറിയ എലമെന്റിനെ, ഒരു സ്ക്രീനിന്റെ ഏറ്റവും കുഞ്ഞു എലമെന്റിനെ വിളിക്കുന്ന പേരാണെന്ത്? പിക്സൽ. ആ പിക്സലാണ് സ്ക്രീനിന്റെ ക്ലാരിറ്റിയെ തീരുമാനിക്കുന്നത്. പിക്സലിന്റെ എണ്ണം കൂടുമ്പോൾ സ്ക്രീനിന്റെ എന്ത് ചെയ്യും? ക്ലാരിറ്റി കൂടും. പിക്സലിന്റെ വലിപ്പം കുറയും തോറും എന്ത് ചെയ്യും? ക്ലാരിറ്റി കൂടും. അപ്പോൾ രണ്ട് രീതിയിലാണ് സ്ക്രീനിന്റെ ക്ലാരിറ്റി കൂടുന്നത്. ഒന്നുകിൽ പിക്സലിന്റെ വലിപ്പം കുറയുമ്പോൾ, അല്ലെങ്കിൽ പിക്സലിന്റെ എണ്ണം കൂടുമ്പോൾ. സ്വാഭാവികമായിട്ടും പറയാമല്ലോ, പിക്സലിന്റെ വലിപ്പം കുറയുമ്പോഴത്തേക്ക് എണ്ണം കൂടത്തില്ല. ഇവിടെ രണ്ടും ഒരു കാര്യം തന്നെ പറയുന്നത്.
സോ പിക്സലിന്റെ എണ്ണം കൂടുന്തോറും സ്ക്രീനിന്റെ ക്ലാരിറ്റി കൂടും. പിക്സൽ എന്ന് പറയുന്നത് എന്തിന്റെ ഷോർട്ട് ഫോമാണ്? പിക്ചർ എലമെന്റിന്റെ ഷോർട്ട് ഫോം ആണ്. അതായത് പിക്ചർ എലമെന്റ് എന്നതിന്റെ ഷോർട്ട് ഫോം ആണ് എന്ത്? പിക്സൽ എന്ന് പറയുന്നത്. അപ്പൊ അത് കറക്റ്റാ. സ്ക്രീനിന്റെ റെസൊല്യൂഷന്റെ അളവാണ് PPI. സ്ക്രീനിന്റെ റെസൊല്യൂഷന്റെ അളവാണ് PPI. PPI എന്തോന്ന് അറിയണം? എന്തോ PPI? PPI എന്താണ് കേട്ടോ? PPI എന്താ? PPI പിക്സൽസ് പെർ ഇഞ്ച് കേട്ടോ. എന്താണ് PPI? പിക്സൽസ് പെർ ഇഞ്ചിനെയാണ് എന്ത് വിളിക്കുന്നത്? PPI എന്ന് വിളിക്കുന്നത്. സോ അതെന്താന്ന് ചോദിച്ചാൽ അത് ഒരു സ്ക്രീനിലുള്ള പിക്സലുകളുടെ എണ്ണത്തെയാണ് എന്ത് വിളിക്കുന്നത്? PPI കേട്ടോ. സ്ക്രീനിലുള്ള പിക്സലുകളുടെ എണ്ണത്തെയാണ് PPI എന്ന് വിളിക്കുന്നത്. അപ്പം സ്ക്രീനിന്റെ റെസൊല്യൂഷന്റെ അളവാണോ അത്? അല്ല കേട്ടോ. സ്ക്രീനിന്റെ റെസൊല്യൂഷന്റെ അളവ് ഒരിക്കലും പിക്സലിലല്ല പറയുന്നത്. PPI എന്ന് വെച്ചാൽ സ്ക്രീനിന്റെ റെസൊല്യൂഷന്റെ അളവല്ല. ഈ പറയുന്ന എന്തിന്റെ അളവാണ്? നമ്മുടെ ഈ പറയുന്ന പിക്സലുകളുടെ എണ്ണത്തിന്റെ അളവിനെയാണ് വിളിക്കുന്നത് ഈ പറയുന്ന PPI എന്ന് വിളിക്കുന്നത് കേട്ടോ. ഓക്കെ. ഇനി റെസൊല്യൂഷൻ എന്നത് ഒരു സ്ക്രീനിന്റെ ആകെ പിക്സലുകളുടെ എണ്ണമാണ് കേട്ടോ. അപ്പൊ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? പിക്സലുകൾ ആകെ എണ്ണം എന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞു കേട്ടോ. അപ്പം പിക്സലുകളുടെ ആകെ എണ്ണമാണ് എന്ത്? റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. സോ ആൻസർ എന്താണ്? 2ഉം 4ഉം ശരിയാ. ഓപ്ഷൻ ഉണ്ടോ? 2ഉം 4ഉം? ഓക്കെ, അതാണ് ലാസ്റ്റ് ഓപ്ഷൻ. 2ഉം 4ഉം ശരി. അപ്പൊ ഇതിവിടെ പറഞ്ഞ എന്തിനെ കുറിച്ചാ? പിക്ചർ അല്ലെ റെസൊല്യൂഷനെ കുറിച്ചാണ് പറഞ്ഞത്. റെസൊല്യൂഷന്റെ കാര്യങ്ങൾ. സ്ക്രീനിന്റെ റെസൊല്യൂഷന്റെ അളവല്ല PPI എന്ന് പറയുന്നത്. അതും കൂടെ ഓർത്തിരിക്കുക. പിക്സലുകളുടെ ഡെൻസിറ്റിയുടെ അളവാണ് എന്ത്? PPI എന്ന് പറയുന്നത്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, PPI കൂടുന്നതനുസരിച്ചാണ് എന്ത്? സ്ക്രീനിന്റെ റെസൊല്യൂഷൻ കൂടുന്നത്. പക്ഷെ അതിന്റെ അളവായിട്ട് ഡയറക്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? പറയാനായിട്ട് പറ്റത്തില്ല. പിന്നെ റിഫ്രഷ് റേറ്റ് കൂടും തോറും സ്ക്രീനിന്റെ റെസൊല്യൂഷൻ കൂടും കേട്ടോ. സ്ക്രീനിന്റെ റെസൊല്യൂഷൻ കൂടാനുള്ള കുറച്ച് മാർഗ്ഗങ്ങളാണ് ഈ പറഞ്ഞത്. ഒന്നെന്തുവാ? പിക്സലിന്റെ എണ്ണം കൂടുക, എന്താണ് റിഫ്രഷ് റേറ്റ് കൂടുക. അതൊക്കെ കൂടുമ്പോൾ എന്ത് ചെയ്യും? പിക്സലിലെ ഈ പറയുന്ന സ്ക്രീനിന്റെ റെസൊല്യൂഷന്റെ അളവ് കൂടും. അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ PSC ഇടയ്ക്ക് ചോദിച്ചായിരുന്നു. ഡിഗ്രി പ്രിലിംസിനകത്ത് ഇതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ചോദിച്ചിരുന്നു. ആ ചോദ്യം അല്ലത്, അതേപോലുള്ളൊരു ചോദ്യമാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്തുവാ? ഏറ്റവും വേഗതയേറിയ മെമ്മറി ഏതാണ്? ഏറ്റവും വേഗതയേറിയ മെമ്മറി ഏതാണ്? നോക്കെ, ക്യാഷ് ഉണ്ട്, രജിസ്റ്റർ ഉണ്ട്, റാം ഉണ്ട്, ബഫർ ഉണ്ട്. ഉത്തരം ഞാൻ ഡയറക്റ്റ് പറയാം. എന്തുവാ? രജിസ്റ്റർ. ഒരിക്കലും മറക്കാൻ പാടില്ല. ഏറ്റവും വേഗതയേറിയ മെമ്മറി ഏതാ? രജിസ്റ്റർ ആണ്. ഏതാണ്? രജിസ്റ്റർ ആണ്. ഇനി അത് കഴിഞ്ഞാൽ ആരാണ്? ക്യാഷ് ആണ്. ഓർത്ത് വെച്ചേക്കുക. രജിസ്റ്റർ ഇല്ലെങ്കിൽ മാത്രമേ ആരാകത്തുള്ളൂ? ക്യാഷ് ആവത്തുള്ളൂ. രജിസ്റ്റർ ഉണ്ടെങ്കിൽ ഏറ്റവും ഫാസ്റ്റ് ആയിട്ടുള്ള മെമ്മറി ഏതാ? രജിസ്റ്റർ. CPU-നകത്ത് തന്നെ കാണപ്പെടുന്ന മെമ്മറിയാണെന്ത്? രജിസ്റ്റർ എന്ന് പറയുന്നത്. CPU-നകത്താണ് കാണപ്പെടുന്നത്. അത് എന്തിനാ ഉപയോഗിക്കുന്നത് വെച്ചാൽ കമ്പ്യൂട്ടറിന്റെ സ്പീഡ് കൂടാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനം തന്നെയാണ് എന്തെന്ന് പറയുന്നത്? ഈ പറയുന്ന രജിസ്റ്റർ. CPU-നകത്താണ്. CPU-ന് അകത്താണ് രജിസ്റ്റർ ഉപയോഗിക്കുന്നത്. ഒരുപാട് തരം രജിസ്റ്റർ ഉണ്ട്. ഓരോ ആവശ്യങ്ങൾക്കും നമ്മൾ എന്ത് ഉപയോഗിക്കും? ഓരോരോ രജിസ്റ്ററുകളാണ് ഉപയോഗിക്കുന്നത്. ഇനി ക്യാഷ് എന്താന്ന് വെച്ചാൽ അറിയാമല്ലോ. ക്യാഷ് ഒരു പെർമനന്റ് മെമ്മറിയാണ്. സോറി, പെർമനന്റ് അല്ല, ഒരു ടെമ്പററി മെമ്മറി. തെറ്റിപ്പോലെ. പെർമനന്റ് അല്ല, ടെമ്പററി മെമ്മറിയാണ്. അതായത് നമ്മളൊരു ആപ്പ് തുറക്കുമ്പോൾ ഈ നമ്മുടെ മെയിൻ മെമ്മറിയിലായിരിക്കുമല്ലോ ആപ്പിന്റെ മെമ്മറി ഇരിക്കുന്നത്. ആ മെയിൻ മെമ്മറിയിൽ നിന്ന് ഒരു ചെറിയ പോർഷൻ കുറച്ച് നേരത്തേക്ക് സ്റ്റോർ ചെയ്യാനാണ് എന്ത് ഉപയോഗിക്കുന്നത്? ക്യാഷ് മെമ്മറി ഉപയോഗിക്കുന്നത്. അതായത് നമ്മുടെ ഒരു ആപ്പ്, ഉദാഹരണത്തിന് വാട്സപ്പ് നമ്മൾ ഓപ്പൺ ചെയ്യുക അല്ലേ? വാട്സപ്പിന്റെ മെമ്മറി എല്ലാം കൂടെ നമ്മുടെ റാമിനകത്തായിരിക്കുമല്ലോ ഇരിക്കുന്നത്. അതിൽ നിന്ന് അതിന്റെ മൊത്തം മെമ്മറിയിൽ നിന്ന് ഒരു ചെറിയൊരു പോർഷൻ ആ ആപ്പ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് കുറച്ച് മെമ്മറി ആവശ്യം വരും ഇല്ലേ? ആ കുറച്ച് മെമ്മറി താൽക്കാലികമായിട്ട് സ്റ്റോർ ചെയ്യാനാണ് എന്ത് ഉപയോഗിക്കുന്നത്? ഈ പറയുന്ന ക്യാഷ് എന്ന് പറയുന്ന മെമ്മറി ആ ഒരു ഭാഗം ഉപയോഗിക്കുന്നത്. ഓക്കെ, ക്യാഷ് മെമ്മറി അതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ടെമ്പററി മെമ്മറിയാണ് ക്യാഷ് എന്ന് പറയുന്നത് ഇല്ലേ? വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള മെമ്മറിയാണ്. ക്യാഷിന്റെ രൂപത്തിലുണ്ട്. നമ്മുടെ കമ്പ്യൂട്ടറിന്റെ സ്പീഡ് കൂട്ടുന്നത് ആരാണ്? പ്രോസസ് സ്പീഡ് കൂട്ടുന്ന ആരാണ്? ക്യാഷ് ആണ് കേട്ടോ. ക്യാഷ് ആണ് നമ്മുടെ കമ്പ്യൂട്ടറിന്റെ പ്രോസസ് സ്പീഡ് കൂട്ടുന്നത്. കാരണം എന്താ? ഓൾറെഡി അത് ഒരു ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചേക്കൂലേ? എപ്പോഴും മെയിൻ മെമ്മറിയോട്ട് മൊത്തത്തിൽ പോകേണ്ട ആവശ്യമില്ലല്ലോ. ഒരു ടെമ്പററി മെമ്മറി കുറച്ച് എടുത്ത് വെച്ചേക്കുന്നു. അത് പ്രവർത്തിച്ചതിന് ശേഷം ആ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ആ മെമ്മറി പ്രവർത്തിക്കും. ആപ്പം ക്ലോസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ആ മെമ്മറി വീണ്ടും എന്ത് ചെയ്യും? മെയിൻ മെമ്മറിയിലോട്ട് പോകും. സോ അതിന് ഉപയോഗിക്കുന്നതാണ് ക്യാഷ് എന്ന് പറയുന്നത്. അപ്പം വളരെ വ്യക്തമായിട്ട് ഓർത്തിരിക്കുക. എന്താണ്? ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ മെയിൻ മെമ്മറിയിൽ നിന്ന് കുറച്ചൊരു ചെറിയ ഭാഗം, ആ ആപ്പിന്റെ ചെറിയൊരു ഭാഗം മെമ്മറി എന്ത് ചെയ്യും? താൽക്കാലികമായിട്ട് സ്റ്റോർ ചെയ്യും. ആ താൽക്കാലികമായിട്ട് സ്റ്റോർ ചെയ്യുന്ന ഭാഗത്തെ വിളിക്കുന്നവരാണ് എന്ത്? ക്യാഷ് എന്ന് വിളിക്കുന്നത്. ഈ ക്യാഷ് കാരണം എന്ത് ചെയ്യും? പ്രോസസ്സിംഗ് സ്പീഡ് ഭയങ്കരമായിട്ട് കൂടും. ഓക്കെ, ഇനി രജിസ്റ്റർ ഓൾറെഡി ഞാൻ പറഞ്ഞു. റാം എന്താണെന്ന് വെച്ചാൽ അറിയാലോ? റാൻഡം ആക്സസ് മെമ്മറി. അറിയാലോ റാം? റാൻഡം ആക്സസ് മെമ്മറി ഒരു വോളറ്റൈൽ മെമ്മറിയാണ്. അറിയാലോ? വോളറ്റൈൽ ആണ്. വോളറ്റൈലിനെ ചേർത്ത് എന്തുവാ? കറണ്ട് പോകുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്ന മെമ്മറിയാണ് എന്ത്? വോളറ്റൈൽ മെമ്മറി. അതിന് എക്സാമ്പിൾ ആണ് എന്ത്? റാം എന്ന് പറയുന്നത്. സോ അതൊരു വോളറ്റൈൽ മെമ്മറിയാണ്. കറണ്ട് പോകുമ്പോൾ നഷ്ടപ്പെട്ടു പോകും. ഓക്കെ, ഇനി റാം എന്ന് വെച്ചാൽ അതിന്റെ ഫുൾ ഫോം ഓർത്ത് വെച്ചിരിക്കുക. റാൻഡം ആക്സസ് മെമ്മറിയാണ് റാം. ഇതൊരു പ്രൈമറി മെമ്മറിയാണ്. പ്രൈമറി മെമ്മറി എന്നതല്ല, കമ്പ്യൂട്ടറിനകത്ത് തന്നെ കാണപ്പെടുന്ന മെമ്മറിയാണ് എന്ത്? പ്രൈമറി മെമ്മറി. അല്ലെ അതിനെ വിളിക്കുന്ന മറ്റൊരു പേര് എന്തോ? മെയിൻ മെമ്മറി. പ്രൈമറി മെമ്മറി നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് മെയിൻ മെമ്മറി. സോ കമ്പ്യൂട്ടറിനകത്ത് തന്നെ കാണപ്പെടുന്നതാണ് എന്ത്? റാം എന്ന് പറയുന്നത്. റാം ഫാസ്റ്റ് ആണ്, പക്ഷേ എന്താണ്? ഒരിക്കലും ഈ ക്യാഷിന്റെ രജിസ്റ്റർ അത്രയും ഫാസ്റ്റ് അല്ല. ഇനി ബഫർ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളൊരു വെബ് പേജോ അല്ലെങ്കിൽ നമ്മളൊരു വീഡിയോ ലോഡ് ചെയ്യുമ്പോൾ അതിനകത്തുള്ള വീഡിയോയുടെ എന്താണ് മെമ്മറി ഒരു കുറച്ച് നേരത്തേക്ക് ഒരു പർട്ടിക്കുലർ ടൈം നേരത്തേക്ക് താൽക്കാലികമായിട്ട് സ്റ്റോർ ചെയ്യാനാണ് എന്ത് ഉപയോഗിക്കുന്നത്? ബഫർ. എക്സാമ്പിൾ ഞാൻ പറയാം. നിങ്ങളൊരു യൂട്യൂബ് വീഡിയോ പ്ലേ ചെയ്യുമ്പോഴേ ആ പ്ലേ ചെയ്യുന്ന ഭാഗം ചുമന്ന ലെറ്ററിൽ, ചുമന്ന വരയിലില്ലേ കാണിക്കുന്നത്? അടിയിൽ ഇങ്ങനെ ഒരു വര പോലെ കാണിക്കാറുണ്ട്. എത്ര ഭാഗം, എത്ര അളവ് പ്ലേ ചെയ്തെന്ന്. അതിന്റെ
പ്ലേ ചെയ്തിരിക്കുന്നവരെ ചുമന്നല്ല, പക്ഷെ കുറച്ചും കൂടെ അങ്ങോട്ട് ഒരു വെള്ള കളർ ലോഡ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ടല്ലോ. നിങ്ങളൊരു യൂട്യൂബ് വീഡിയോ നോക്കെ, ഒരു യൂട്യൂബ് വീഡിയോ കാണുക, ഇതിന് അടിയിൽ ഇങ്ങനെ വര കാണില്ലയോ, ഇതിനകത്ത് ഇവിടം വരെ ഇപ്പം ഞാൻ ഇങ്ങനെ വരെ ഇത്രയും ഭാഗം നിങ്ങൾ ഇവിടം വരെ കണ്ടു വയ്ക്കുക, ഇവിടം വരെ ചുമന്ന ലൈനായിരിക്കും. പക്ഷെ കണ്ടു കഴിഞ്ഞ ഒരു ഇത്രയും ഭാഗത്തോട്ട് ഒരു വെള്ള ലൈൻ കാണും, ബാക്കി ഒന്നും കാണത്തില്ല. ഈ വെള്ള ലൈൻ്റെ അർത്ഥം എന്തോ, അത്രയും ഭാഗം നിങ്ങൾ എന്ത് ചെയ്ത് വെക്കുക, ലോഡ് ചെയ്ത് വെച്ചിരിക്കുക. ഇനി നെറ്റ് ഓഫ് ആക്കിയാലും ഇത്രയും ഭാഗം വരെ എന്ത് ചെയ്യും, വീഡിയോ പ്ലേ ആവും. അപ്പൊ ഇത്രയും ഭാഗത്ത് ഈ ലോഡ് ചെയ്ത് വെച്ചേക്കുന്ന സാധനം സേവ് ചെയ്യുന്ന എവിടെയാ, ബഫറിലാണ്. അത് സേവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഒരു താൽക്കാലിക മെമ്മറിയാണ് എന്ത്, ബഫർ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് എന്തുവാ, നെറ്റ് ഓഫ് ആയി കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും, ഇവിടെ ഇങ്ങനെ നടന്ന് കറങ്ങാൻ തുടങ്ങില്ലയോ, ആ കറങ്ങുന്നതിനെ വിളിക്കുന്ന പേര് എന്തോ, ബഫറിംഗ് എന്നാ. കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അതായത് നമ്മളൊരു വീഡിയോ പ്ലേ ചെയ്തു, വീഡിയോ ലോഡ് ആയി കഴിഞ്ഞ ഭാഗം കഴിഞ്ഞ് നമ്മൾ നെറ്റ് ഓഫ് ആക്കി കഴിഞ്ഞതായിരിക്കുക, പിന്നെ ലോഡായ ഭാഗം വീണ്ടും എന്ത് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും, അതിനെ വിളിക്കുന്ന പേര് എന്തോ, ബഫറിംഗ് എന്നാ. ഓക്കെ, അപ്പോൾ അത് താൽക്കാലിക മെമ്മറി തന്നെയാണ് എന്ത്, ബഫറിംഗ്. അപ്പോൾ ഏറ്റവും സ്പീഡ് ഏതാ, രജിസ്റ്റർ ആണെന്നുള്ള കാര്യം എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. അപ്പം നമ്മൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു നമ്മുടെ എന്തെന്ന് പറഞ്ഞത്, ഈ ഒരു ചോദ്യം. അപ്പോൾ ഓർത്തിരിക്കുക, ഏറ്റവും ഫാസ്റ്റ് ഏതാണെന്ന് മനസ്സിലാക്കുക. രജിസ്റ്റർ എന്നുള്ള സാധനമാണ് ഏറ്റവും ഫാസ്റ്റ് ആയിട്ടുള്ള മെമ്മറി. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കുറേ ചോദ്യങ്ങൾ, ഒരു 12ഓളം ചോദ്യങ്ങൾ പറഞ്ഞു. ആ ചോദ്യങ്ങളെ പ്രത്യേകത, ആ ചോദ്യങ്ങൾ ഉൾപ്പെടുന്നത് നമ്മുടെ ഐറ്റിയുടെ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുള്ള പോർഷൻസ് എവിടെ വരുന്നുണ്ട്, ആ ചോദ്യങ്ങളുണ്ട്. വളരെ വ്യക്തമായിട്ട് തന്നെ നിങ്ങൾക്ക് അത് പറഞ്ഞു തരാൻ സാധിച്ചു എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ആ ചോദ്യത്തിനകത്തുള്ള ഓപ്ഷനുകളും ഉത്തരവും കാര്യങ്ങളും എല്ലാം, അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് എല്ലാം ഒരുവിധം വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു തന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതേപോലത്തുള്ള നല്ല നല്ല ക്ലാസ്സുകൾക്കായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഇതിലും നല്ല ക്ലാസ്സുകൾ നമ്മുടെ ഇതേ കണക്കുള്ള നല്ല നല്ല ക്ലാസ്സുകൾ എവിടെ കാണും, നമ്മുടെ ആപ്പിൽ കാണും. ആപ്പ് എന്ത് ചെയ്യുക, യൂസ് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഇന്നത്തെ ക്ലാസ് ഞാൻ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് നല്ലൊരു ഇൻഫർമേഷൻ ഇന്നത്തെ ക്ലാസ്സിൽ കിട്ടിയെന്ന് ഞാൻ കരുതുന്നു. വീണ്ടും ക്ലാസ്സുകൾ വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും അടുത്ത ക്ലാസ്സുമായിട്ട് എത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.